Good afternoon. നാളെ പെരുന്നാളാണ്. അപ്പൊ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാവർക്കും വലിയ പെരുന്നാൾ ആശംസകൾ സ്നേഹത്തോടെ. കഴിഞ്ഞ വർഷവും നമ്മളുടെ പെരുന്നാൾ കൊറോണ അധിഷ്ഠിതമായിരുന്നു. ഈ വർഷവും കൊറോണയിലാണ് പെരുന്നാള്. നല്ല കൊറോണയൊന്നും ഇല്ലാത്ത കൊറോണ മുക്ത പെരുന്നാൾ അടുത്ത വർഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. കഴിഞ്ഞ ആഴ്ച സെക്കൻഡ് ഇയറിന്റെ ക്ലാസ് നമുക്ക് മിസ്സായിരുന്നു. പക്ഷെ റിവിഷൻ 2 ചാപ്റ്ററുകൾ നിങ്ങളുടെ തീർന്നു കഴിഞ്ഞ ആഴ്ച. ഒന്ന് റൊട്ടേഷണൽ മോഷനും അതുപോലെ തന്നെ ഫ്ലൂയിഡ്സും. അപ്പൊ നമ്മൾ 10 ചാപ്റ്ററുകൾ +1 റിവിഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. 10 ചാപ്റ്ററുകൾ റിവിഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി 5 ചാപ്റ്ററുകൾ കൂടി ഉണ്ട്. പക്ഷെ മെജോറിറ്റി ഓഫ് ദ മാർക്കും ആദ്യത്തെ 10 ചാപ്റ്ററിൽ നിന്നാണ് ഉണ്ടാവുക. ആദ്യത്തെ 8 ചാപ്റ്ററിൽ നിന്നാണ് മെജോറിറ്റി മാർക്ക് ഉള്ളത്. അപ്പൊ അതും കടന്ന് നമ്മൾ 9ഉം 10ഉം കൂടി കഴിഞ്ഞിട്ടുണ്ട്. 5 ചാപ്റ്ററുകൾ വരുന്ന 2 ആഴ്ചക്കുള്ളിൽ നമ്മളുടെ റിവിഷൻ തീർന്നിരിക്കും. ഒപ്പം നമുക്ക് സെക്കൻഡ് ഇയർ വളരെ പ്രാധാന്യത്തോടുകൂടി കൊണ്ടുപോകേണ്ടതാണ്. പല പരീക്ഷകൾക്കും സെക്കൻഡ് ഇയറിന്റെ മാർക്കാണ് എൻട്രിക്ക് പരിഗണിക്കുക. അതുകൊണ്ട് സെക്കൻഡ് ഇയറിന് +1 കൂടുതൽ പ്രാധാന്യമുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. നമ്മളെ ചാപ്റ്റർ ഫസ്റ്റ് ചാപ്റ്ററിലാണ് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് ഒറ്റ നോട്ടത്തിൽ പറഞ്ഞാൽ ഇലക്ട്രിക് ചാർജ് 2 തരം, പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും. ചാർജിന്റെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ്: ഒന്ന്, ചാർജ് ക്വാണ്ടൈസ്ഡ് ആണ്. ഇലക്ട്രോണിന്റെ ചാർജിന്റെ ഇന്റിജർ മൾട്ടിപ്പിൾസ് ആണ് ഏതൊരു വസ്തുവിനും കിട്ടാവുന്ന ചാർജ്. അത് നഷ്ടപ്പെട്ടാൽ പോസിറ്റീവ് ചാർജ്, കിട്ടിയാൽ നെഗറ്റീവ് ചാർജ്. അപ്പൊ ഏറ്റവും ചുരുങ്ങിയ ചാർജ് ഒരു വസ്തുവിന് പോസിബിള് 1.6 × 10⁻⁻19 കുളോം. അതാണ് അതിന്റെ മാഗ്നിറ്റ്യൂഡ്. ഇലക്ട്രോണിന്റെ ചാർജ് ആണ് ഒരു വസ്തുവിന് കിട്ടാവുന്ന മിനിമം ചാർജ്. ഒരു കുളോം ചാർജ് എത്ര ഇലക്ട്രോൺസ് കൊണ്ട് ഉണ്ടാവുന്നതാണെന്ന് ചോദിച്ചാൽ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. Q = Ne എന്നുള്ള ഫോർമുല ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് ഉപയോഗിച്ചുകൊണ്ട് n-ന്റെ വാല്യൂ 1 / 1.6 × 10⁻⁻19 കാൽക്കുലേറ്റ് ചെയ്താൽ 6.25 × 10⁻18 ഇലക്ട്രോൺസ് നഷ്ടപ്പെട്ടാൽ +1 കുളോം, കിട്ടിയാൽ -1 കുളോം. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. പിന്നെ നമ്മൾ ചാർജുകൾ തമ്മിലുള്ള ഇന്ററാക്ഷൻ മനസ്സിലാക്കി. അട്രാക്ഷനും റിപ്പൾഷനും ഉണ്ടാവാം. അതുപോലെ തന്നെ ചാർജ് കൺസർവ്ഡ് ആണെന്നുള്ള കാര്യം അറിയാം. ചാർജ് സ്കെലാർ ക്വാണ്ടിറ്റി ആണ്, അതുകൊണ്ട് സാധാരണ പോലെ ആഡ് ചെയ്യാം. പക്ഷെ പോസിറ്റീവും നെഗറ്റീവും കൺസിഡർ ചെയ്യണം. ഒരു വസ്തുവിന് ചാർജ് കിട്ടാനുള്ള 3 മെത്തേഡുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒന്ന് ഫ്രിക്ഷൻ, അതാണ് ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി. രണ്ടാമത്തെ കണ്ടക്ഷൻ, മൂന്നാമത്തത് ഇൻഡക്ഷൻ. ഇതാണ് ആദ്യ ക്ലാസ്സിൽ നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യങ്ങൾ. രണ്ടാമത്തെ ക്ലാസ്സിൽ എത്തിയപ്പോ നമ്മൾ ഇന്ററാക്ഷൻ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൾഷൻ, 2 പോയിന്റ് ചാർജുകൾക്കിടയ്ക്ക്, സ്റ്റേഷനറി ചാർജുകൾക്കിടയ്ക്ക് കുളൂംസ് ലോ പ്രകാരം ഡിഫൈൻ ചെയ്തു. അപ്പൊ കുളൂംസ് ലോ അറിയാം. അതിന്റെ ഫോർമുല ഏതൊരു മീഡിയത്തിലും 1/4πε0 Q1 Q2/r² ആണ്. Q1 ഉം Q2 ഉം 2 പോയിന്റ് ചാർജുകൾ 6 ദൂരത്തില്. εr ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് ഉള്ള മീഡിയത്തിൽ ഇരുന്നാൽ അനുഭവപ്പെടുന്ന ഫോഴ്സ്. അത് ഫ്രീ സ്പേസിലാണെങ്കിൽ 1/4πε0 Q1 Q2/r² ആണ്. ഈ ε0 എന്ന് പറയുന്ന ആള് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. നമ്മളെല്ലാ സമയത്തും ഈ കൊല്ലം നമ്മളെ കൂടെ ഉണ്ടാവും. 1/4πε0ന്റെ വാല്യൂ 9 × 10⁻⁹ ആണ്. ε0ന്റെ വാല്യൂ 8.85 × 10⁻⁻12 ആണ്. ഈ വാല്യൂസ് ഒക്കെ ഓർമ്മിക്കാൻ ശ്രമിക്കുക. എയറിലാണ് 2 ചാർജുകൾക്കിടയ്ക്കുള്ള ഫോഴ്സ് ഏറ്റവും മാക്സിമം ആവുക. വേറെ ഏതൊരു മീഡിയത്തിലേക്ക് പോയാലും ആ ഫോഴ്സ് കുറയും. എത്ര കുറയും? εr ടൈംസ് കുറയും. അപ്പൊ മീഡിയത്തിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. അതുപോലെ തന്നെ 1/r² പ്രൊപ്പോർഷണാലിറ്റി ആണ്. ഇൻവേഴ്സ് സ്ക്വയർ ലോ ഫോഴ്സ് ആണ്. ചാർജിന്റെ പ്രൊഡക്റ്റിന് പ്രൊപ്പോർഷനിലാണ്. അങ്ങനെ നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനായിട്ട് കമ്പയർ ചെയ്തു. എത്രയോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാളും ഏകദേശം 10⁻⁷ ടൈംസോളം സ്ട്രോങ്ങർ ആണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിലെ ഇലക്ട്രിക് ഫോഴ്സ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഒരു ഇലക്ട്രോണിനും പ്രോട്ടോണിനും ഒക്കെ വെച്ചിട്ട് അതിനെ വെക്ടർ ഫോമിൽ എഴുതി. ആക്ഷൻ റിയാക്ഷൻ ന്യൂട്ടന്റെ 3rd ലോ ഒബേ ചെയ്തുകൊണ്ടാണ് കുളൂംസ് ലോ വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലായി. ഒരു ചാർജ് മറ്റേ ചാർജിന്റെ മുകളിൽ കൊടുക്കുന്ന ഫോഴ്സ് ആക്ഷൻ ആണെങ്കിൽ തിരിച്ച് മറ്റേ ചാർജ് ഇയാളുടെ മുകളിൽ കൊടുക്കുന്ന ഫോഴ്സ് റിയാക്ഷൻ ആണ്. എപ്പോഴാണ് അട്രാക്ഷൻ ആവുക? Q1 × Q2 > 0 ആവുമ്പോൾ അവിടെ റിപ്പൾഷൻ വരും. Q1 × Q2 <0 ആവുമ്പോൾ അവിടെ അട്രാക്ഷൻ വരും. Q1 Q2 <0 ആവണമെങ്കിൽ ഒരാൾ പോസിറ്റീവ് മറ്റേ നെഗറ്റീവ് ആവണം. ഉത്തരം നെഗറ്റീവ് ആവണം.
അപ്പൊ if the force is negative, that means it is attractive. If the force is positive, that means it is repulsive. ഇത് നിങ്ങളുടെ മനസ്സിൽ വെക്കേണ്ട സാധനമാണ്. എവിടെയെങ്കിലും നിങ്ങൾ ഫോഴ്സിന്റെ ചിഹ്നം സൈൻ പോസിറ്റീവായി കണ്ടെങ്കിൽ ദാറ്റ് ഈസ് റിപ്പൾഷൻ ആണ്. എവിടെയെങ്കിലും ഫോഴ്സിന്റെ ചിഹ്നം നെഗറ്റീവായി കണ്ടാൽ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് അട്രാക്റ്റീവ് ഫോഴ്സ് എന്നാണ്. അതുപോലെ തന്നെ രണ്ടിൽ കൂടുതൽ ചാർജുകൾ ഇരുന്നാൽ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാൻ മനസ്സിലാക്കി ടോട്ടൽ അല്ലെങ്കിൽ റിസൾട്ടന്റ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കാണാൻ. ഇതൊക്കെ ചേർന്നതായിരുന്നു നമ്മൾ രണ്ടാമത്തെ ക്ലാസ്. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലങ്ങൾ ചെയ്തതാണ് മൂന്നാമത്തെ ക്ലാസ്. നാലാമത്തെ ക്ലാസ്സിലാണ് നമ്മൾ ഈ ചാപ്റ്ററിന്റെ രണ്ടാമത്തെ പോയിന്റിലേക്ക് വരുന്നു, ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒരു ചാർജിന് ചുറ്റും അതിന്റെ ഇലക്ട്രിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന റീജിയൻ ആണെന്ന് നമ്മൾ മനസ്സിലാക്കി. അതിൽ നിന്നുകൊണ്ട് നമ്മൾ ഇലക്ട്രിക് ഫീൽഡിനെ മെഷർ ചെയ്യാനുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്ന ഒരു വെക്ടർ ക്വാണ്ടിറ്റിനെ ഡിഫൈൻ ചെയ്തു. ആരായിരുന്നു ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി? യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് ഒരു പോയിന്റിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് ദാറ്റ് പോയിന്റ്. ഏതെങ്കിലും ഒരു ഇലക്ട്രിക് ഫീൽഡിലെ ഏതെങ്കിലും ഒരു പോയിന്റിൽ +1 കൂളോം ചാർജിന് അനുഭവിക്കുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ് ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ തീവ്രത, സ്ട്രെങ്ത്, ഇന്റൻസിറ്റി. ക്യാപിറ്റൽ E is equal to F/Q, ഫോഴ്സ് ബൈ ചാർജ്. വെക്ടർ ആണെന്ന് മനസ്സിലായി. ന്യൂട്ടൺ പെർ കുളോം ആണ് യൂണിറ്റ്, അല്ലെങ്കിൽ വോൾട്ട് പെർ മീറ്റർ എന്നൊരു യൂണിറ്റ് കൂടി വരുന്നു. തിരിച്ച് ആ ഫോർമുലേനെ നമ്മൾ എഴുതി F is equal to Q into E. വെരി ഇമ്പോർട്ടന്റ് ആണ്. Q എന്ന് പറയുന്ന ഒരു ചാർജ് ക്യാപിറ്റൽ E സ്ട്രെങ്ത് ഉള്ള ഇലക്ട്രിക് ഫീൽഡിൽ ഇരുന്നാൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് F is equal to Q into E. പ്രോബ്ലങ്ങൾ ചെയ്യാൻ ആവശ്യം വരും. അതിന്റെ വെക്ടർ ആണെന്നുള്ളതിന്റെ ഡയറക്ഷൻ നമ്മൾ മനസ്സിലായി. എങ്ങനെയാണ് ദിശ? പോസിറ്റീവ് ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ചാർജ് ആണെങ്കിൽ അതിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ ദിശ സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് എറോ മാർക്ക് ഔട്ട്വേർഡ്സ് ആയിട്ട് ഇടുക. ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് എറോ മാർക്ക് ഉള്ളിലേക്ക് ഇടുക. കാരണം ഈ നെഗറ്റീവ് ചാർജ് +1 കുളോമിനെ അട്രാക്ട് ചെയ്യും. നേരത്തെ പറഞ്ഞ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ +1 കുളോമിനെ റിപ്പൾ ചെയ്യും. അതുകൊണ്ടാണ് എറോ മാർക്ക് പുറത്തേക്കും അകത്തേക്കൊക്കെ വന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഇലക്ട്രിക് ഫീൽഡുമായിട്ട് നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് അതിന്റെ കൂടെ നമ്മളൊരു ഫോർമുല ആദ്യത്തെ കണ്ടു. ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ്. ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് കാണാനുള്ള ഫോർമുല Q എന്ന് പറയുന്ന ഒരു പോയിന്റ് ചാർജ്, അതിൽ നിന്ന് 6 ദൂരത്തിരിക്കുന്ന ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഫ്രീ സ്പേസിലാണെങ്കിൽ ഫോർമുല ക്യാപിറ്റൽ E is equal to 1/4πε0 Q/r². ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു എൻ ഐസൊലേറ്റഡ് പോയിന്റ് ചാർജ് എന്നുള്ള ഹെഡിങ്ങില് കിട്ടിയ ഫോർമുല വെരി ഇമ്പോർട്ടന്റ് ആണ്. അതറിഞ്ഞാലേ ഇന്നത്തെ ക്ലാസ്സിലേക്കും ഇനി വരുന്ന ക്ലാസ്സുകളിലേക്കും നമുക്ക് പോകാൻ പറ്റുള്ളൂ. പോയിന്റ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് 1/4πε0 Q/r². ഫ്രീ സ്പേസിൽ വേറെ ഏത് മീഡിയത്തിലാണെങ്കിലും എവിടെയൊക്കെ ε0 ഉണ്ടോ അതിനോട് ചേർന്ന് ഒരു εr കൂടി ചേർത്ത്, അപ്പൊ 1/4πε0 εr Q/r² വരും. ഫോഴ്സ് ആണ് Q1 Q2/r². ഇവിടെ പോയിന്റ് ചാർജ് Q ആണെങ്കിൽ അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് ആണ് Q/r². അപ്പൊ 1/r² പ്രൊപ്പോർഷണലാണ്. E is proportional to 1/r². ആരുടെ? ഒരു ഐസൊലേറ്റഡ് പോയിന്റ് ചാർജിന്റെ. അത് വെച്ചിട്ടുള്ള പ്രോബ്ലങ്ങൾ ചെയ്യാനും നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ പുതിയ ഒരു ടേമിലേക്ക് പോവുകയാണ്. ഈ ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോക്കസ് ഏരിയയിലെ പോയിന്റ് കൂടിയാണ് ഇലക്ട്രിക് ഡൈപോൾ. ഫോക്കസ് ഏരിയയിലും കൂടി ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് അയച്ച മെസ്സേജിൽ നിങ്ങളോട് പറഞ്ഞത് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ 2021 മെയ് മാസത്തിൽ നടന്ന പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളെ വിഷയത്തിലേക്ക് വരാം. എന്താണ് ഇലക്ട്രിക് ഡൈപോൾ? ഇലക്ട്രിക് എന്നുള്ള വാക്കിന്റെ അർത്ഥം മനസ്സിലായി, ചാർജുമായി ബന്ധപ്പെട്ടതാണ്. എന്താണ് ഡൈപോൾ എന്ന് പറഞ്ഞാൽ? ഡൈ എന്നുള്ള വാക്കിന്റെ അർത്ഥം 2, പോൾ എന്ന് പറഞ്ഞാൽ 2 അറ്റങ്ങൾ. അപ്പൊ 2 അറ്റങ്ങളുള്ള ഒരു സംഭവമാണ് ഇലക്ട്രിക് ഡൈപോൾ. ആരാണ് ആ 2 അറ്റങ്ങള്? അവര് 2 ആൾക്കാരും പോയിന്റ് ചാർജുകളാണ്. അവര് ഒരേ മാഗ്നറ്റ്യൂഡ് ഉള്ളവരാണ്, പക്ഷെ ഒപ്പോസിറ്റ് സൈൻ ഉള്ളതാണ്. അപ്പൊ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ ചിത്രത്തിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്, ഒരു -Q എന്ന് പറയുന്ന ഒരു ചാർജും അതിന് ഈക്വൽ തന്നെയാണ്, അതേ മാഗ്നറ്റ്യൂഡ് തന്നെയാണ്, Q തന്നെയാണ്, പക്ഷെ പോസിറ്റീവ് ആയിട്ടുള്ള ചാർജാണ്. അപ്പൊ ഈക്വൽ ആൻഡ് ഒപ്പോസിറ്റ് ചാർജസ് -Q + Q ഈക്വൽ ആണ്, ഒപ്പോസിറ്റ് ആണ്. സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. ആ ഡിസ്റ്റൻസിനെ ഞാൻ അവിടെ കാണിച്ചിട്ടുണ്ട് 2a എന്ന് എഴുതിയിരിക്കും. അപ്പൊ 2a എന്ന് പറയുന്ന ഒരു ദൂരത്തില് -Q + Q കൂടി ഇരിക്കുന്നതാണ് ചിത്രം. ഇയാളെ വിളിക്കുന്ന പേരാണ്, ഈ അറേഞ്ച്മെന്റിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഡൈപോൾ. അപ്പൊ ആരാണ് ഇലക്ട്രിക് ഡൈപോൾ? 2 equal and opposite charges separated by a very small distance is called electric dipole. ശ്രദ്ധിക്കുക, വെരി സ്മോൾ ഡിസ്റ്റൻസിലായിരിക്കണം, കുറേ ദൂരത്താണ്
ഈ രണ്ട് ചാർജുകൾ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നെങ്കിൽ അതിനെ ഇലക്ട്രിക് ഡൈപോൾ ആയിട്ട് നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ട് കൺസിഡർ ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡിനെ ആലോചിക്കാം. ഇപ്പൊ ഞാൻ അതേ സാധനം തന്നെ +Q -Q എന്നൊക്കെ മാറ്റി എഴുതി. സോഡിയം ക്ലോറൈഡിൽ ആരൊക്കെയാ? ഒന്ന് സോഡിയം അയോൺ അല്ലെ, മറ്റേയാളോ ക്ലോറൈഡ് അയോൺ. രണ്ടാക്കാരും ഈക്വൽ ആണ്. സോഡിയത്തിന് ഒരു ഇലക്ട്രോണിനെ നഷ്ടപ്പെട്ടു, ക്ലോറിനോ ഒരു ഇലക്ട്രോണിനെ കിട്ടി. അപ്പൊ രണ്ടാക്കാരുടെയും ചാർജ് 1.6 × 10⁻⁻19 കൂളമാണ്. സോഡിയത്തിന് അത് പോസിറ്റീവ് ആണ്, ക്ലോറിന് അത് നെഗറ്റീവ് ആണ്. അപ്പൊ ഒരു Na+ അയോണും ഒരു Cl- അയോണും അവരുടെ ബോണ്ട് ലെങ്ത് എന്താണ്? അതാണ് ഈ വര വരച്ചത്. കെമിസ്ട്രിയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ട് ബോണ്ട് ലെങ്ത്. അപ്പൊ ഈ രണ്ട് അയോണുകളെ ചേർക്കുന്ന ആ ബോണ്ടിന്റെ ലെങ്ത് ആണ് നമ്മൾ പറഞ്ഞ 2a എന്ന് പറഞ്ഞതിന്റെ സ്ഥാനത്ത് ഇവിടെയുള്ള ദൂരം. അപ്പൊ സോഡിയം ക്ലോറൈഡ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഇലക്ട്രിക് ഡൈപോൾ ആണ്. ഓക്കെ, അപ്പൊ എന്താണ് ഇലക്ട്രിക് ഡൈപോൾ? ആദ്യത്തെ ഡെഫിനിഷൻ, ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ വെരി സ്മോൾ ഡിസ്റ്റൻസ് ഈസ് കോൾഡ് ഇലക്ട്രിക് ഡൈപോൾ. അപ്പൊ എന്താണ് ഇലക്ട്രിക് ഡൈപോൾ മനസ്സിലായി. അപ്പൊ നമ്മൾ ജനറൽ ആയിട്ടുള്ള ഒരു ചിത്രം ഞാൻ വരയ്ക്കുന്നു. നമ്മുടെ കയ്യിൽ AB എന്ന് പറയുന്ന ഒരു ഡൈപോൾ ഉണ്ട്. എപ്പോഴും ഇങ്ങനെ തന്നെ എഴുതാം. AB ഈസ് ആൻ ഇലക്ട്രിക് ഡൈപോൾ കൺസിസ്റ്റിംഗ് ഓഫ് ചാർജസ് -Q and +Q ഹാവിംഗ് ഡൈപോൾ ലെങ്ത്. ഈ ഡൈപോളിന്റെ നീളമാണ് -Q നിന്ന് +Q ലേക്കുള്ള ദൂരം, ദാറ്റ് ഈസ് 2a. അപ്പൊ ഡൈപോൾ ലെങ്ത് ഈസ് ടേക്കൺ ആസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ആദ്യം ശ്രദ്ധിക്കുക, ഡൈപോൾ ലെങ്ത് എന്താണ്? -Q നിന്ന് +Q ലേക്കുള്ള ദൂരമാണ്. അതിനെ വെറുതെ ഒരു സ്കെലാർ ക്വാണ്ടിറ്റി ആയിട്ടല്ല ഇനി ഇവിടെ അങ്ങോട്ടുള്ള ഡിസ്കഷൻ എടുക്കുക. ഡൈപോൾ ലെങ്ത് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി ആൻഡ് ഇറ്റ്സ് ഡയറക്ഷൻ ഈസ് ഫ്രം മൈനസ് ചാർജ് ടു പ്ലസ് ചാർജ്. ശ്രദ്ധിക്കാം. അപ്പൊ 2a എന്നുള്ളതിനെ ഞാൻ വെക്ടർ ആക്കി എഴുതി. അതിന്റെ ഡയറക്ഷൻ +Q നിന്ന് -Q ലേക്കല്ല, -Q നിന്ന് +Q ലേക്കാണ്. ശ്രദ്ധിക്കാം. അപ്പൊ ഡൈപോൾ ലെങ്ത് ഈസ് ദ distance between the two charges in the electric dipole, which is taken as a vector quantity and its direction is from negative charge to positive charge. Okay. അപ്പൊ രണ്ടാമത്തെ വാക്ക് ഞാൻ വളരെ പ്രധാനപ്പെട്ടത് പരീക്ഷയ്ക്ക് എന്നും ഡിഫൈൻ ചെയ്യാൻ ചോദിക്കുന്ന ഒരു വാക്കിലേക്ക് പോവാൻ. അത് ഈ ഡൈപോളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവത്തിനെ കാണിക്കുന്നു, ഡൈപോളിന്റെ ക്വാളിറ്റിയെ കാണിക്കുന്ന വാക്കാണ്. and that is called dipole moment. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്. എന്താണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്? ഫോർമുല വളരെ സിമ്പിൾ ആണ്, എന്നിട്ട് ഞാൻ ഡിഫൈൻ ചെയ്യാം. ഉപയോഗിക്കുന്ന അക്ഷരം P എന്നുള്ള അക്ഷരമാണ് ഉപയോഗിക്കുക. ഡൈപോൾ മൊമെന്റിന് P എന്നുള്ള അക്ഷരമാണ് ഉപയോഗിക്കുക. ദാറ്റ് ഇസ് ഈക്വൽ ടു Q × 2a. എല്ലാം നിങ്ങൾക്ക് അറിയാം. ആരാണ് Q? ഇതിലെ -Q +Q ചാർജ് ആണ് Q. രണ്ടും കൂടി എടുക്കേണ്ട ഏതെങ്കിലും ഒരു ചാർജ്. അവരുടെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. അപ്പൊ പ്രൊഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ചാർജ്, ഇതിലുള്ള ചാർജിന്റെ മാഗ്നിറ്റ്യൂഡും പിന്നെ ഡൈപോൾ ലെങ്ത്തും 2a is the dipole length, ഇവർ തമ്മിലുള്ള പ്രൊഡക്റ്റിനെ വിളിക്കുന്ന പേരാണ് dipole moment. So electric dipole moment is defined as the product of magnitude of any one of the charge. ഈ രണ്ട് ചാർജുകളുടെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു ഏതിനെ പ്രൊഡക്റ്റ് ചെയ്തത് ആൻഡ് ദ ഡൈപോൾ ലെങ്ത്. ഡൈപോൾ ലെങ്ത്തും ഏതെങ്കിലും ഒരു ചാർജിന്റെ മാഗ്നിറ്റ്യൂഡും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്. നോക്കുക, ചാർജ് ഈസ് എ സ്കെലാർ ആണോ വെക്ടർ ആണോ? ചാർജ് ഈസ് എ സ്കെലാർ ക്വാണ്ടിറ്റി ആണ്. ബട്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞു ഡൈപോൾ ലെങ്ത് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി ആയിട്ട് ഡിഫൈൻ ചെയ്തു. ഇറ്റ്സ് ഡയറക്ഷൻ ഈസ് ഫ്രം നെഗറ്റീവ് ചാർജ് ടു പോസിറ്റീവ് ചാർജ്. അപ്പൊ ഒരു സ്കെലാർ ക്വാണ്ടിറ്റിയും ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കറിയാം മാസ് ഇൻറ്റു ലീനിയർ വെലോസിറ്റി, ലീനിയർ മൊമെന്റം വെക്റ്റർ ക്വാണ്ടിറ്റി ആയി. മാസ് ഇൻറ്റു ആക്സലറേഷൻ, ഫോഴ്സ് വെക്റ്റർ ക്വാണ്ടിറ്റി ആയി. അപ്പൊ സ്കെലാറും വെക്ടറും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ വെക്ടർ ആണ്. അതുകൊണ്ട് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ ഡൈപോൾ ലെങ്ത്തിന്റെ അതേ ഡയറക്ഷൻ ആണ്. അതായത് -Q നിന്ന് +Q ലേക്കാണ് ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ. പരീക്ഷയ്ക്ക് ചോദിക്കും, ഡിഫൈൻ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്. ഈസ് ഇറ്റ് എ സ്കെലാർ ഓർ എ വെക്ടർ? ഇഫ് ഇറ്റ് ഈസ് എ വെക്ടർ, ഗിവ് ഇറ്റ്സ് ഡയറക്ഷൻ. ഗിവ് ഇറ്റ്സ് SI യൂണിറ്റ്. വാട്ട് ഈസ് ദ ഡയമെൻഷണൽ ഫോർമുല? അപ്പൊ ഇലക്ട്രിക് ഡൈപോൾ Q × 2a ആണ് ചാർജും അതുപോലെ തന്നെ ഡൈപോൾ ലെങ്ത്തും തമ്മിലുള്ള പ്രൊഡക്റ്റ് ആണ്, വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അതിന്റെ ഡയറക്ഷൻ -Q നിന്ന് +Q ലേക്കാണ്. SI യൂണിറ്റ്, ചാർജിന്റെ SI യൂണിറ്റ് എല്ലാവർക്കും അറിയാം, കുളൂം, നമ്മൾ ഡിഫൈൻ ചെയ്തതാണ്. ഡൈപോൾ ലെങ്ത്തിന്റെ യൂണിറ്റ് എല്ലാവർക്കും അറിയാം, മീറ്റർ ആണ്. SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഈസ് കുളൂംബ് മീറ്റർ ആണ്. കുളൂംബ് മീറ്റർ ആണ്. അടുത്തത് ഡയമെൻഷൻ ഫോർമുല. ചാർജിന്റെ ഡയമെൻഷൻ ഫോർമുല എല്ലാവർക്കും അറിയാം, കറന്റ് ഇൻറ്റു ടൈം ആണ്. സോ IT. ആൻഡ് ഡൈപോൾ ലെങ്ത്തിന്റെ ഡയമെൻഷൻ ഫോർമുല അറിയാം, ലെങ്ത്തിന്റെ ഡയമെൻഷൻ ഫോർമുല L. അപ്പൊ ITL, ഈ ഐന് പകരം ക്യാപിറ്റൽ A എന്നും ഉപയോഗിക്കാം എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പൊ ITL എഴുതാം അല്ലെങ്കിൽ ATL എഴുതാം. ഇതാണ് ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്. ഇപ്പൊ എല്ലാ കാര്യങ്ങളും പറഞ്ഞു, പുതിയൊരു ക്വാണ്ടിറ്റി പഠിച്ചു. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. പ്രോബ്ലം ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചാർജ് തരും, ഡൈപോൾ ലെങ്ത് തരും, കാൽക്കുലേറ്റ്
ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്. ഈ വർഷം പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു. ഇതാ ഇപ്പൊ കഴിഞ്ഞ ഏപ്രിലിൽ നടന്ന പരീക്ഷയിൽ ഇതായിരുന്നു. ഒരു ഡൈപോള്, ആ ഡൈപോളിന്റെ ചാർജുകള് 1 മൈക്രോ കൂളോം പ്ലസ് ആൻഡ് 1 മൈനസ് 1 മൈക്രോ കൂളോം ആയിരുന്നു. അതായത് ഒരാൾ +1 മൈക്രോ കൂളോം ആയിരുന്നു, മറ്റേ -1 മൈക്രോ കൂളോം ആയിരുന്നു. ഇനി ഈ ചാർജുകൾ ഇരുന്നിരുന്ന സ്ഥലങ്ങൾ, -1 മൈക്രോ കൂളോം ഇരുന്ന സ്ഥലം ഇങ്ങനെയാണ് അവർ കാണിച്ചത്. 0, 0, -1. ഇത് -1 മൈക്രോ കൂളോം ഇരുന്ന സ്ഥലം. +1 മൈക്രോ കൂളോം ഇരുന്ന സ്ഥലം 0, 0, 2 ഒക്കെ യൂണിറ്റ് സെന്റിമീറ്ററിലാണ്. അപ്പോ ഇങ്ങനെ വന്നു, XYZ എന്നുള്ള രൂപത്തിലാണ് തന്നത്. അപ്പൊ -1 മൈക്രോ കൂളോമിന്റെ പൊസിഷൻ തന്നു, +1 മൈക്രോ കൂളോമിന്റെ പൊസിഷൻ തന്നു. അപ്പൊ നിങ്ങൾക്ക് എഴുതാലോ, വാട്ട് ഈസ് ഡൈപോൾ ലെങ്ത് 2a എന്തായിരിക്കും വരിക? ഇവിടുന്ന് ഇവിടേക്കുള്ള ദൂരം അല്ലെ, -ന്ന് +ലേക്കുള്ള ദൂരം, അല്ലെങ്കിൽ ഇവര് തമ്മിലുള്ള ഡിഫറൻസ്. ദാറ്റ് ഈസ് -1 നിന്ന് +2ലേക്കുള്ള ദൂരം, -1 നിന്ന് +2ലേക്കുള്ള ദൂരം അല്ലെ. ദാറ്റ് ഈസ് ബാക്കി 0 -0 0 0 -0 0 0 2 -1 ഇതല്ലേ ഡൈപോളിന്റെ ലെങ്ത് വരിക. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു 2 + 1 ദാറ്റ് ഇസ് ഈക്വൽ ടു 3 സെന്റിമീറ്റർ. അപ്പൊ ഡൈപോളിന്റെ ലെങ്ത് ഈ പൊസിഷൻ ഇങ്ങനെ തന്നാൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ അറിയണം. ഡൈപോൾ ലെങ്ത് 3 സെന്റിമീറ്റർ. അത് എത്രയാണ്? 2a ആണ്. 2a എന്നുള്ള അക്ഷരമാണ് നമ്മൾ ഉപയോഗിച്ചത്, a എന്നല്ല ഉപയോഗിച്ചത്, 2a ആണ്. അപ്പൊ ഡൈപോൾ ലെങ്ത് 3 സെന്റിമീറ്റർ. ചാർജ് തന്നു. സോ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. P is equal to Q into 2a. ഞാൻ മാഗ്നിറ്റ്യൂഡ് മാത്രം ആദ്യം കാണാം. ദാറ്റ്സ് ഈക്വൽ ടു Qന്റെ സ്ഥാനത്ത് ഏതെങ്കിലും ഒരു ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പൊ എത്രയാ? 1 മൈക്രോ കൂളോം ആണ്. 1 മൈക്രോ കൂളോം എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ കൂളോമിലേക്ക് ആക്കണം. 1 × 10⁻⁻6 ഇൻറ്റു 2a എന്ന് പറഞ്ഞാൽ ആരാണ്? ഡൈപോൾ ലെങ്ത് 3 സെന്റിമീറ്റർ ആണ്. സെന്റിമീറ്ററിനെ അപ്പൊ തന്നെ മീറ്ററിലേക്ക് ആക്കണം. 3 × 10⁻². ആൻസർ ഈസ് 3 × എത്രയും വരിക? 10⁻⁻8 കൂളോം മീറ്റർ. ഇതാണ് ആ ഡൈപോളിന്റെ മൊമെന്റ്. ഇനി അതിന്റെ ഡയറക്ഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു. ഡയറക്ഷൻ എങ്ങനെയാ? ഇത് നെഗറ്റീവ് സെറ്റ് അല്ലേ, ഇത് പ്ലസ് സെറ്റ്. അപ്പൊ നെഗറ്റീവ് സെറ്റിൽ നിന്ന് പ്ലസ് സെറ്റിലേക്കുള്ള ഡയറക്ഷൻ, നെഗറ്റീവ് ചാർജിൽ നിന്ന് പോസിറ്റീവ് ചാർജിലേക്കാണ്. ഇത് നെഗറ്റീവ് ചാർജിന്റെ പൊസിഷൻ ആണ്, ഇത് പോസിറ്റീവ് ചാർജിന്റെ പൊസിഷൻ ആണ്. അപ്പൊ ഡയറക്ഷൻ ഈസ് എലോങ് ഏത് കൂടെയാണ് ഡയറക്ഷൻ വരിക? പോസിറ്റീവ് സെറ്റ് ആക്സിസ് എന്ന് എഴുതാൻ സാധിക്കും. ശ്രദ്ധിക്കുക, ഇത് നെഗറ്റീവ് സെറ്റ് ആക്സിസിലെ പോയിന്റ് ആണ്, ഇത് പോസിറ്റീവ് സെറ്റ്, ഇത് +2 ആണ്, ഇത് -1 ആണ്, ഇത് മൈനസ് സെറ്റ് ആണ്, ഇത് പ്ലസ് സെറ്റ് ആണ്. മൈനസിൽ നിന്ന് പ്ലസിലേക്ക്. അപ്പൊ പോസിറ്റീവ് സെറ്റിന്റെ ഡയറക്ഷനിലാണ്, കാരണം നെഗറ്റീവ് ചാർജ് ഇവിടെ ഇരിക്കും, പോസിറ്റീവ് ചാർജ് ഇവിടെ ഇരിക്കും. അപ്പൊ നെഗറ്റീവ് ചാർജിൽ നിന്ന് പോസിറ്റീവ് ചാർജിലേക്കാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ പോസിറ്റീവ് സെറ്റ് ഡയറക്ഷനിലാണ്, അലോങ് പോസിറ്റീവ് സെറ്റ് ആക്സിസ് നോ പോസിറ്റീവ് സെറ്റ് ഡയറക്ഷൻ എന്നോ പറയണം. മാഗ്നിറ്റ്യൂഡ് 3 × 10⁻⁸. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോർമുല. ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളോട് ഈ വർഷം പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. അപ്പൊ എന്താണ് ഇലക്ട്രിക് ഡൈപോൾ? 2 equal and opposite charges separated by a very small distance is called electric dipole. Dipole moment is defined as the product of any one of the charge and the dipole length. Since dipole length is a vector quantity directed from negative charge to positive charge, dipole moment is also a vector quantity directed from negative charge to positive charge. SI unit of dipole moment is coulomb meter. Dimension formula is ITL. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി ഒരു ഡെറിവേഷനിലേക്ക് പോവാണ്. 2 ഡെറിവേഷൻസ് വരുന്നുണ്ട്, വെരി ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഒപ്പം പേപ്പർ എടുത്ത് എഴുതി പഠിക്കുക വേണം. വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ഡെറിവേഷൻ ഈ ചാപ്റ്ററിന് ഈ ഭാഗത്തുനിന്ന് ചോദിക്കുന്ന ഒരു എസ്എ ക്വസ്റ്റ്യൻ, ഒരു 3 മാർക്കിന്റെ 4 മാർക്കിന്റെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മൾ കാണാൻ പോകുന്നത് ഇലക്ട്രിക് ഫീൽഡ് കാണാൻ പോവാണ്. നേരത്തെ പറഞ്ഞ സാധനം കാണുക, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഇലക്ട്രിക് ഡൈപോൾ കാണണം. നമുക്ക് ഇപ്പൊ കണ്ടെത്തിയത് എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആൻ ഐസൊലേറ്റഡ് പോയിന്റ് ചാർജ്. ഒറ്റയ്ക്ക് ഒരു ചാർജ് ഇരിക്കുകയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് കാണാനുള്ള ഫോർമുല നമ്മുടെ കയ്യിലുണ്ട്. 1/4πε0 Q/r². 6 ദൂരത്ത് Q ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ്. ഇപ്പൊ പക്ഷേ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ചാർജ് അല്ല, ഐസൊലേറ്റഡ് അല്ല, പകരം എന്താണ്? ഡൈപോളായി 2 ചാർജുകൾ ഇരിക്കുക. അപ്പോ ഞാൻ ആദ്യത്തെ കേസ് എടുക്കുകയാണ്. 2 ഡെറിവേഷൻസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്, ശ്രദ്ധിക്കാം. നേരത്തെ പറഞ്ഞ പോലെ A, B എന്ന് പറയുന്ന ഡൈപോൾ consisting of charges -Q and +Q. അതിന്റെ സെന്ററിനെ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് O. ഡൈപോളിന്റെ ലെങ്ത് നേരത്തെ പറഞ്ഞ പോലെ 2a. അപ്പൊ അതിന്റെ പകുതി എത്ര ആയിരിക്കും വരിക? A അല്ലെ? A കൂടി ഈ പകുതി ദൂരം A കിട്ടണോണ്ടാണ് നമ്മൾ 2a എന്നുള്ള ഡൈപോൾ ലെങ്ത് എടുത്തത്. എന്തുകൊണ്ടാണ് 2a എന്ന് വിളിക്കാനുള്ള കാരണം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം 2a പകുതി നമുക്ക് ആവശ്യം വരും. A ആണ് ഡൈപോൾ ലെങ്ത് ആയിട്ട് എടുത്തതെങ്കിൽ ഇവിടെ എഴുതുക a/2 എന്നൊക്കെ എഴുതേണ്ടി വരും. ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് ഡൈപോളിന്റെ ലെങ്ത് 2a ആയിട്ട് എടുത്താൽ അപ്പൊ അതിന്റെ പകുതി ദൂരം
എ ആയിരിക്കും. അതെന്തുകൊണ്ടാണ് ആ പകുതി ദൂരത്തിന് പ്രാധാന്യം വരുന്നത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഈ ഇലക്ട്രിക് ഡൈപോളിന്റെ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ രണ്ട് സ്ഥലത്തെ കാണാൻ പോവാണ്. ഒന്ന് ആക്സിയൽ ലൈനിലെ, രണ്ട് ഇക്വിറ്റോറിയൽ ലൈനിലെ. ഈ വാക്കുകൾ നിങ്ങൾ 10ാം ക്ലാസ് കേട്ടിട്ടുണ്ട്. ആക്സിയൽ ലൈൻ ആൻഡ് ഇക്വിറ്റോറിയൽ ലൈൻ. മാഗ്നറ്റുകൾ പഠിക്കുമ്പോഴാണ് നമ്മൾ ഇത് ഉപയോഗിച്ചുള്ളത്. മാഗ്നറ്റിക് ഡൈപോൾ. ഇത് ഇലക്ട്രിക് ഡൈപോൾ ആണെങ്കിൽ മാഗ്നറ്റിക് ഡൈപോൾ എന്താവും? ഒരു സൗത്ത് പോളും ഒരു നോർത്ത് പോളും, അതായത് തുല്യ ശക്തിയുള്ള രണ്ട് വിപരീത ധ്രുവങ്ങൾ, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പോൾസ്, ഒരു നോർത്ത് ഒരു സൗത്ത്, സെപ്പറേറ്റഡ് ബൈ എ വെരി സ്മോൾ ഡിസ്റ്റൻസ് ആണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് മാഗ്നറ്റിക് ഡൈപോൾ. അതാണ് നമ്മൾ ബാർ മാഗ്നറ്റ്, ഒരു നോർത്തും ഒരു സൗത്തും. അപ്പൊ ഇവിടുത്തെ -Qനും +Qനും പകരം അവിടെ സൗത്ത് പോളും നോർത്ത് പോളും വരിക. ആ മാഗ്നറ്റിക് ഡൈപോളിനും ഇതേപോലെ ആക്സിയൽ ലൈനും ഇക്വിറ്റോറിയൽ ലൈനും ഉണ്ട്. അപ്പൊ ആദ്യം ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത് ആക്സിയൽ ലൈനാണ്. അപ്പൊ നമ്മൾ ആക്സിയൽ ലൈൻ എന്താന്ന് പറയാം? ആക്സിയൽ ലൈൻ. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യുന്നത് ആക്സിയൽ പോയിന്റ് ആണ്. ആക്സിയൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ ആക്സിയൽ ലൈനിലുള്ള പോയിന്റ്. അപ്പൊ ആരാണ് ആക്സിയൽ ലൈൻ? ഈ ഡൈപോളിന്റെ -Qനെയും +Qനെയും കൂട്ടി വരയ്ക്കുന്ന ഈ ലൈനിനെ വിളിക്കുന്ന പേരാണ് ആക്സിസ് ഓഫ് ദ ഡൈപോൾ അല്ലെങ്കിൽ ആക്സിയൽ ലൈൻ. -Qനെയും +Qനെയും കൂട്ടി വരച്ച ലൈൻ, അതായത് AB എന്നുള്ള ലൈൻ, അതങ്ങോട്ട് നീട്ടി വരയ്ക്കുക. അങ്ങോട്ടും പോവാം ഇടും. ഈ ലൈൻ ഇപ്പൊ ഞാൻ ഈ വരച്ച AB എന്നുള്ള ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും നീട്ടിയിട്ടുണ്ട്. അതായത് -Qനെയും +Qനെയും കൂട്ടി വരയ്ക്കുന്ന ആ ലൈനിനെ വിളിക്കുന്ന പേരാണ് ആക്സിയൽ ലൈൻ. ഈ ലൈനിലെ ഏതെങ്കിലും ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് കാണാൻ നമ്മൾ പോവുകയാണ്. അപ്പൊ നമുക്ക് തൽക്കാലം ഇവിടെ ഓരോ ഒരു പോയിന്റിനെ അസ്യൂം ചെയ്യാം. എപ്പോഴും നമ്മൾ പോയിന്റ് പറയുമ്പോൾ അയാളെ P എന്ന പേര് വിളിക്കും. ഈ കൊല്ലം ഈ വരുന്ന ചാപ്റ്ററുകളിലൊക്കെ ഇതേപോലെ നമുക്ക് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഒക്കെ കാണാനുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന അക്ഷരം കണ്ടുപിടിക്കേണ്ട പോയിന്റിനെ P എന്ന് വിളിക്കും. ആ P എന്നുള്ള പോയിന്റിലേക്ക് ഒരു ദൂരം നമ്മൾ പറയണം. ദൂരത്തിനായിട്ട് ഇൻവേഴ്സ് സ്ക്വയറിലോ അനുസരിക്കുന്നവരാണ് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഒക്കെ. അപ്പൊ ആ ദൂരത്തിനെ എപ്പോഴും നമ്മൾ R എന്നുള്ള അക്ഷരമാണ് ഉപയോഗിക്കുക. അപ്പൊ ഞാൻ ഈ P എന്നുള്ള പോയിന്റിലേക്ക് R എന്ന് പറയുന്ന ദൂരം. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ആയി. R എന്നുള്ള ദൂരം നമ്മൾ ഐസൊലേറ്റഡ് പോയിന്റ് ചാർജ് ആയപ്പോ പറഞ്ഞത് ആ Qവിൽ നിന്നാണ് R പറഞ്ഞത്. പക്ഷെ ഇപ്പൊ രണ്ട് ചാർജുകളായി, -Q ഉണ്ട് +Q ഉണ്ട്. അപ്പൊ ആരിൽ നിന്നാണ് ഈ ദൂരം അളക്കുക? R എന്ന് പറയുന്ന ദൂരം അളക്കേണ്ടത് -Q ന്നും അല്ല +Qവിൽ നിന്നും അല്ല, പകരം അവരുടെ സെന്ററിൽ നിന്നാണ്. അപ്പൊ ഇലക്ട്രിക് ഡൈപോളിന്റെ സെന്റർ ആയിട്ടുള്ള Oയിൽ നിന്ന് നമ്മൾ പറയുന്ന P എന്നുള്ള പോയിന്റിലേക്കുള്ള ദൂരമാണ് എന്ത്? അപ്പൊ Oയിൽ നിന്ന് Pയിലേക്കുള്ള ദൂരം ഞാൻ അവിടെ കാണിച്ചു. അപ്പൊ നോക്കൂ, ചിത്രത്തിനെ ഒന്നുകൂടി മോഡിഫൈ ചെയ്യാം. +Qവിൽ നിന്ന് Pയിലേക്ക് അപ്പൊ ദൂരം എത്ര ഉണ്ടാവും? സെന്റർ ഓഫ് ദ ഡൈപോളിൽ നിന്ന് ഇവിടേക്കുള്ള ദൂരമാണ് R. സെന്റർ ഓഫ് ദ ഡൈപോളിൽ നിന്ന് +Qയിലേക്കുള്ള ദൂരം ഡൈപോളിന്റെ പകുതി നീളമാണ്, അതായത് A. അപ്പൊ മൊത്തം R-ൽ നിന്ന് ഈ A കുറച്ചാൽ Dയിൽ നിന്ന് Pയിലേക്കുള്ള ദൂരം കിട്ടില്ലേ? +Qവിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ദൂരം അപ്പൊ എത്രയായിരിക്കും വരിക? ആകെ ദൂരം സെന്ററിൽ നിന്ന് R, അതില് ഈ A സെന്ററിൽ നിന്ന് പോസിറ്റീവ് ചാർജിലേക്കുള്ള ദൂരം, അതാണ് ഡൈപോളിന്റെ ലെങ്ത്തിന്റെ പകുതി. അപ്പൊ ഈ R-ൽ നിന്ന് A കുറച്ചാൽ BP കിട്ടും അല്ലെ? OP ആണ് R. അതിൽ BP എന്ന് പറഞ്ഞാൽ +Qവിൽ നിന്ന് പോയിന്റിലേക്കുള്ള ദൂരം, അത് എത്രയായിരിക്കും വരിക? അപ്പൊ ഈ ദൂരം ഞാൻ ഇവിടെ കാണിക്കുകയാണ്. +Qവിൽ നിന്ന് P എന്നുള്ള പോയിന്റിലേക്കുള്ള ദൂരം മൊത്തം R-ൽ നിന്ന് എത്ര കുറച്ചു? A കുറച്ചു, R - A. ശ്രദ്ധിക്കുക. അപ്പൊ -Qവിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ദൂരം എത്രയായിരിക്കും? Oയിൽ നിന്ന് Pയിലേക്കുള്ള ദൂരം R അറിയാം. ഇനി Oയിൽ നിന്ന് ഈ -Qവിലേക്ക്, അതായത് Aയിലേക്കുള്ള ദൂരം ഒരു ഡൈപോളിന്റെ പകുതി ലെങ്ത് എന്തൊക്കെയാണ്? അപ്പൊ മൊത്തം ഈ Aയിൽ നിന്ന് Pയിലേക്കുള്ള ദൂരം ഈ Aയും ഈ R-ഉം കൂടി കൂട്ടണം. സോ -Qവിൽ നിന്ന് നമ്മളുടെ പോയിന്റിലേക്കുള്ള ദൂരം R + A എന്നും എഴുതാം. രണ്ടും എഴുതിയത് മനസ്സിലായല്ലോ? സെന്റർ ഓഫ് ദ ഡൈപോളിൽ നിന്ന് പോയിന്റിലേക്കുള്ള ദൂരമാണ് R, ആക്സിയൽ ലൈനിലാണ് പോയിന്റ്. അപ്പോ +Qവിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ദൂരം R - Aയും -Qവിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ദൂരം R + A. ഈ പോയിന്റ് ഇപ്പൊ +Qന്റെ അടുത്ത് കിടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്. ഈ പോയിന്റ് P ലെഫ്റ്റ് സൈഡിലാണെന്ന് വിചാരിക്കുക, അതായത് -Qന്റെ അടുത്താണെന്ന് വിചാരിക്കുക. ഈ -Q ഇവിടെ എഴുതണമെന്നില്ല കേട്ടോ, ഇവിടെ +Q എഴുതാം, ഇവിടെ -Q ആണെങ്കിൽ എഴുതാം. മാറി മാറിയിട്ടൊക്കെ ഡൈപോളിന്റെ ചിത്രങ്ങൾ നിങ്ങൾക്ക് വരയ്ക്കാം. ഇപ്പൊ ഞാൻ വരച്ചപ്പോൾ വലതു ഭാഗത്ത് +Qയും ഇടതു ഭാഗത്ത് -Q ഇട്ടു. നമ്മളെ പോയിന്റ് വലതു ഭാഗത്താണ് കാണിച്ചത്. ഇനി ഈ P എന്നുള്ള പോയിന്റ് ഇടതു ഭാഗത്ത് -Qന്റെ അടുത്താണെങ്കിലോ? അപ്പൊ ഈ ദൂരം നമ്മൾ വീണ്ടും R ഇവിടുന്ന് എഴുതും. അപ്പൊ ഈ ദൂരം R - A ആയിരിക്കും, ഈ ദൂരം R + A ആയിരിക്കും. അപ്പൊ -Q എന്നായിരിക്കും R - A, +Q എന്നായിരിക്കും R + A. അപ്പൊ എപ്പോഴും ഇങ്ങനെ ആവണമെന്നില്ല, നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് ചെയ്യാം. ഓക്കെ. അപ്പൊ എന്താണെങ്കിലും ഇപ്പൊ നമുക്ക് +Qവിൽ നിന്ന് പോയിന്റിലേക്കുള്ള ദൂരവും -Q നിന്ന് പോയിന്റിലേക്കുള്ള ദൂരവും കിട്ടി. നമുക്കറിയാം ഐസൊലേറ്റഡ് പോയിന്റ് ചാർജുകളാണ് +Q -Q ഒറ്റക്കിരുന്നാൽ. അപ്പൊ ഇയാൾ കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് നമുക്കറിയാം, ഇയാൾ കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് നമുക്കറിയാം. എത്രയാണ് ഫോർമുല? ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആൻ ഐസൊലേറ്റഡ് പോയിന്റ് ചാർജ് ഈസ് 1/4πε0 Q / R². Q എന്ന് പറയുന്ന ഒരു ചാർജിൽ നിന്ന് R ദൂരത്തുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഫോർമുലയാണിത്, ഫ്രീ സ്പേസിലാണെങ്കിൽ. അപ്പൊ നമുക്ക് നോക്കുക, ഈ കേസിൽ ഈ +Q കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്രയായിരിക്കും?
മാഗ്നിറ്റ്യൂഡ് ആണ് എഴുതുന്നത്, ഡയറക്ഷൻ നമുക്ക് അവസാനം പറയാം. സോ ഇ ഡ്യൂ ടു പ്ലസ് ക്യൂ, നമുക്ക് അതിനെ വേണമെങ്കിൽ E1 എന്ന് വിളിക്കാം. ഓക്കെ, പ്ലസ് ക്യൂ കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് E1 ഈക്വൽ ടു 1/4πε0 എഴുതാൻ എല്ലാവർക്കും കുഴപ്പമില്ല. ചാർജ് ആരാണ്? Q തന്നെയാണ്. Q ഡിവൈഡ് ബൈ, ഇനി ആർ സ്ക്വയറിന്റെ സ്ഥാനത്ത് ആർ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ ദൂരം? ക്യൂവിൽ നിന്ന് പോയിന്റിലേക്കുള്ള ദൂരം. ക്യൂവിൽ നിന്ന് പ്ലസ് ക്യൂവിൽ നിന്ന് പോയിന്റ് പിയിലേക്കുള്ള ദൂരം എത്രയാ? ആർ അല്ല, ഇവിടെ ആർ മൈനസ് എ ആണ്. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ആർ മൈനസ് എ ഹോൾ സ്ക്വയർ. ദാറ്റ്സ് ഇക്വേഷൻ നമ്പർ 1. ഇതാണ് E1, ദാറ്റ് ഈസ് പോസിറ്റീവ് പ്ലസ് ക്യൂ കാരണം പി എന്നുള്ള പോയിന്റിലേക്കുള്ള ദൂരം ആർ മൈനസ് എ ചിത്രത്തിൽ കാണിച്ചു. അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ ഇതാണ്. ഇയാൾ ഒറ്റയ്ക്കാണ് ഇരുന്നിരുന്നെങ്കിൽ ഇത്ര ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക. അതിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഡയറക്ഷൻ നമുക്ക് ഡയറക്ഷൻ പറയാം അലോങ്. ഇത് കൂടി ആയിരിക്കും. പ്ലസ് ക്യൂ ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ പറഞ്ഞെന്തായിരുന്നു? സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് ഔട്ട്വേർഡ്സ്, നേരെ പുറത്തേക്ക് ഏറോ മാർക്കില്ല. അപ്പൊ ഈ പ്ലസ് ക്യൂ കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്താണ് അതിന്റെ അർത്ഥം? ഇവിടെ ഒരു +1 കുളോം വെച്ചാൽ ഈ പ്ലസ് ക്യൂ ഈ +1 കുളോമിനെ തള്ളും, റിപ്പൾ ചെയ്യും. അപ്പൊ അലോങ് ഇവിടുന്ന് അങ്ങോട്ട്, അതായത് ഓയിൽ നിന്ന് പിയിലേക്ക്, ബിയിൽ നിന്ന് പിയിലേക്ക്, നമുക്ക് ഓ വെച്ചിട്ട് പറയാം അലോങ് ഒ പി, അങ്ങോട്ട് വലത്തോട്ടേക്ക് ഓയിൽ നിന്ന് പിയിലേക്കാണ് ഈ E1 എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ആര് കാരണമാണ്? പ്ലസ് ക്യൂ കാരണം. അതിന്റെ മാഗ്നിറ്റ്യൂഡ് എഴുതി. സിമിലർലി E2 എഴുതാലോ. വാട്ട് ഈസ് ഇലക്ട്രിക്? അപ്പൊ നമുക്ക് ഞാൻ ഏറോ മാർക്ക് ഇടാൻ ഇവിടെ ഇങ്ങോട്ടാണ് E1. പി എന്നുള്ള പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് E1 അങ്ങോട്ട്. ആരാണ് E1 ഉണ്ടാക്കിയത്? പ്ലസ് ക്യൂ. ഇനി മൈനസ് ക്യൂ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ് E2. ഒറ്റയ്ക്കല്ല അടിക്കുന്നത്, സൂപ്പർ പൊസിഷൻ അപ്ലൈ ചെയ്യണം. രണ്ടാക്കാരും കൂടിയുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണാം. സോ E2 ഇസ് ഈക്വൽ ടു, വീണ്ടും ഫോർമുല 1/4πε0. ആര് കാരണം? മൈനസ് ക്യൂ കാരണം. അപ്പൊ ക്യൂ മാഗ്നിറ്റ്യൂഡ് ക്യൂ തന്നെ ഡിവൈഡഡ് ബൈ മൈനസ് ക്യൂവിൽ നിന്ന് പി എന്നുള്ള പോയിന്റിലേക്കുള്ള ദൂരം ആർ പ്ലസ് എ ആണ്. സോ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എ ഹോൾ സ്ക്വയർ. ഓക്കെ, E2 is equal to 1/4πε0 Q by R plus A whole square, ഇക്വേഷൻ നമ്പർ 2. ഇതാണോ വലുത്? ഇതാണോ വലുത്? E1 ആണോ വലുത്? E2 ആണോ വലുത്? ഡിനോമിനേറ്റർ നോക്കിയാൽ പോരെ, ബാക്കി എല്ലാം സെയിം ആണ്. 1/4πε0 Q ഒക്കെ സെയിം ആണ്. ഇയാളുടെ ഡിനോമിനേറ്റർ ആർ മൈനസ് എ ഹോൾ സ്ക്വയർ ആണ്, അത് ചെറുതാണ്. ഇയാളുടെ ഡിനോമിനേറ്റർ ആർ പ്ലസ് എ ഹോൾ സ്ക്വയർ ആണ്, അത് വലുതാണ്. അതുകൊണ്ട് നമുക്ക് മനസ്സിലായി E1 ഈസ് ഗ്രേറ്റർ ദാൻ E2. എല്ലാ സമയത്തും അങ്ങനെ ആവണമെന്നില്ല. പോയിന്റ് പ്ലസ് ക്യൂവിന്റെ അടുത്തായതുകൊണ്ടാണ് പ്ലസ് ക്യൂ കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് കൂടുതലായത്. ഈ പോയിന്റ് മൈനസ് ക്യൂവിന്റെ അടുത്തായിരുന്നു എന്നതെങ്കിൽ മൈനസ് ക്യൂ കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ആവും കൂടുതൽ ഉണ്ടാവുക. അപ്പൊ E2 ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. അപ്പൊ നമ്മൾ ചിത്രം ഈ പോയിന്റ് ആയിട്ട് പഠിച്ചത് കൊണ്ടാണ് അങ്ങനെ. അപ്പൊ എപ്പോഴും ഇങ്ങനെയാണെന്ന് വിചാരിക്കരുത്. ഈ സൈഡിലാണ് ഈ പോയിന്റ്, മൈനസ് ക്യൂവിന്റെ അടുത്താണ് പോയിന്റ് കാണിച്ചതെങ്കിൽ മൈനസ് ക്യൂ കാരണം ഇലക്ട്രിക് ഫീൽഡ് കൂടുതലും പ്ലസ് ക്യൂ കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് കാരണം ദൂരം കൂടുതലായി. പ്ലസ് ക്യൂവിലേക്കുള്ള ദൂരം കൂടുതലായാൽ അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് കുറയും. ദൂരം കൂടിയാൽ ഇലക്ട്രിക് ഫീൽഡ് കുറയും. ഇപ്പൊ പ്ലസ് ക്യൂവിന്റെ അടുത്തായതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് കൂടുതലായി, മൈനസ് ക്യൂവിൽ നിന്ന് അകലെ ആയതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് കുറവായി. അപ്പൊ ഈ നമ്മളിപ്പോ വരച്ചുകൊണ്ടിരിക്കുന്ന ചിത്രത്തിൽ കുറവാണ്. ഇനി ഇയാളുടെ ഡയറക്ഷൻ എങ്ങനെയാ? മൈനസ് ക്യൂ കാരണം എന്താണ്? ഇലക്ട്രിക് ഫീൽഡാണ്. മൈനസ് ക്യൂ എന്താ ചെയ്യുക? ഇവിടെ ഒരു +1 കുളോമിനെ വെച്ചാൽ അട്രാക്ട് ചെയ്യും. അപ്പൊ അതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. അപ്പൊ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ മൈനസ് ക്യൂ കാരണം ഉള്ളിലേക്ക് ഏറോമാണ്. അപ്പൊ ഈ പി എന്നുള്ള പോയിന്റ് നിന്ന് ഉള്ളിലേക്കാണ് E2ന്റെ ഡയറക്ഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ എഴുതാം? എലോങ് അവിടുന്ന് ഇങ്ങോട്ട്, പിയിൽ നിന്ന് ഓയിലേക്ക്. നേരത്തെ പറഞ്ഞ ഓയിൽ നിന്ന് പിയിലേക്കാണ്, അപ്പൊ പിയിൽ നിന്ന് ഓയിലേക്ക്. അപ്പൊ എലോങ് PO. അതായത് E1ഉം E2ഉം ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെന്ന് അർത്ഥം. നേരെ ഓപ്പോസിറ്റ് ആണ്. മാഗ്നിറ്റ്യൂഡ് സെയിം ഒന്നല്ല കേട്ടോ. അപ്പൊ നമുക്ക് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് കാണാം. ക്യാപിറ്റൽ E ആരാണ്? E1ഉം E2ഉം കൂടിയിട്ടുള്ള ടോട്ടൽ. നമ്മൾ രണ്ട് വെക്ടേഴ്സിനെ കൂട്ടണമെങ്കിൽ നമുക്കറിയാം വെക്ടർ അഡീഷൻ നന്നായിട്ട് അറിയാം. അതിൽ ഏറ്റവും എളുപ്പമാണ് ഇപ്പോ രണ്ടാക്കാരും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്നാൽ, രണ്ട് വെക്ടേഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്നാൽ വലുത് മൈനസ് ചെറുത് അല്ലെ. മാഗ്നിറ്റ്യൂഡ് കൂടുതലുള്ള വെക്ടർ മൈനസ് മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞ വെക്ടർ. ഡയറക്ഷനോ വലിയ വെക്ടറിന്റെ അതേ ദിശ. അപ്പൊ മാഗ്നിറ്റ്യൂഡ് കൂടുതലുള്ള വെക്ടറിന്റെ ഡയറക്ഷൻ വരും. മാഗ്നിറ്റ്യൂഡ് വലുതിന്റെ മാഗ്നിറ്റ്യൂഡ് മൈനസ് ചെറുതിന്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പൊ വലുതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാ? E1. ചെറുതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാ? E2. അപ്പൊ E1 മൈനസ് E2 ആണ് മാഗ്നിറ്റ്യൂഡ്. ഡയറക്ഷൻ എങ്ങനെ വരും? അലോങ് ആരുടെയാണോ വലുത്? വലുതാരാ? E1 ആണ്. E1 എങ്ങോട്ടാ? ഓയിൽ നിന്ന് പിയിലേക്കാണ്, അങ്ങോട്ടാണ്. സോ അലോങ് OP. ഓക്കെ, അപ്പൊ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ E is equal to ഫോർമുലയില് 1/4πε0 Q ഡിവൈഡഡ് ബൈ R മൈനസ് എ ഹോൾ സ്ക്വയർ. E1 പകരം എടുത്തു. മൈനസ് 1/4πε0 Q ഡിവൈഡഡ് ബൈ R പ്ലസ് എ ഹോൾ സ്ക്വയർ. E2 പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും അലോങ് OP. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യലാണ് പണി. നിങ്ങൾ തന്നെ റഫ് പേപ്പറിൽ എഴുതുന്നത് നല്ലതായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ അന്തം വിട്ടിരിക്കേണ്ടി വരും.
സോ ഇ ഇസ് ഈക്വൽ ടു എന്താ വരിക, കോമൺ ഫാക്ടേഴ്സ് 1/4πε0 പോയി, ക്യൂവും പോയി, ഇതൊക്കെ കോമൺ ഫാക്ടേഴ്സാ. ബ്രാക്കറ്റിന്റെ ഉള്ളിൽ 1/r-a² അല്ലെ, 1/r-a² മൈനസ് 1/r+a². ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു 1/4πε0 ക്യൂ ഒക്കെ തന്നെ. ഇതിനൊന്ന് അതിനങ്ങോട്ട് കൊണ്ടുവരുമ്പോ r+a² മൈനസ് ഇത് അങ്ങോട്ട് പോകുമ്പോ r-a² ഒക്കെ അറിയാലോ, ഡിവൈഡഡ് ബൈ ഇത് രണ്ടും കൂടി പെരുക്കുക, r+a × r-a അല്ലെ. വാട്ട് ഈസ് a + b × a - b വേണമെങ്കിൽ ആദ്യം അങ്ങനെ തന്നെ എഴുതാം, r+a × r-a². ഓക്കെ, അടിയിൽ r+a² ഉണ്ട്, r-a² ഉണ്ട്. r+a × r-a² എഴുതാം വലിയ ബ്രാക്കറ്റിൽ. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു 1/4πε0 q ഇൻറ്റു, ശ്രദ്ധിക്കുക, a + b² മൈനസ് a - b². എത്രയാ മാത്സിൽ പഠിച്ചിട്ടുണ്ട്? a + b² മൈനസ് a - b² ഈസ് 4ab ആണ്. അതായത് a + b² a² + 2ab + b². a - b² a² മൈനസ് 2ab + b² ആണ്. ഇത് ഡിഫറൻസ് എടുത്താൽ a² b² ഒക്കെ വെട്ടിപ്പോവും, ബാക്കി ഉണ്ടാവുക 2ab മൈനസ് 2ab ആണ്. ദാറ്റ് ഈസ് 4ab. അപ്പോൾ a + b² മൈനസ് a - b² ഈസ് 4ab ആണ്. ഇവിടെ അതിന്റെ സ്ഥാനത്ത് r+a² മൈനസ് r - a² ആണ്. അപ്പൊ 4ab എന്ന് എഴുതുന്ന പോലെ 4 × a സ്ഥാനത്ത് r ആണ്, b ന്റെ സ്ഥാനത്ത് a ആണ്. അപ്പൊ 4ra എന്ന് വന്നു. r+a² മൈനസ് r - a² ഈസ് 4ra, 4ab എന്നുള്ള ഫോർമുല, ഡിവൈഡഡ് ബൈ a + b × a - b. What is that? a + b × a - b is a² - b². അറിയാലോ, സോ r² മൈനസ് a². അതിനെ സ്ക്വയർ ചെയ്യാൻ, കാരണം r+a × r - a × all² ഒക്കെ ഇവിടെ ഉണ്ട്, സോ സ്ക്വയർ. അപ്പൊ 1/4πε0 q ഇൻറ്റു 4ra ഡിവൈഡ് ബൈ r² - a²². ഒരു കണ്ടീഷൻ കൊടുക്കുകയാണ്. ഇതാണ് ശരിക്കുള്ള ഇലക്ട്രിക് ഫീൽഡ്. അതിന്റെ ഡയറക്ഷൻ പറഞ്ഞു, OP-യുടെ ഡയറക്ഷൻ, അതായത് +2 നിന്ന് പുറത്തേക്ക് ആരോ മാർക്ക് ഇടണം എന്നൊക്കെ അവിടെ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. എന്റെ ചോദ്യം, ഒരു ചെറിയ അപ്രോക്സിമേഷനിലേക്ക് നമ്മൾ കടക്കുക. ഈ ഡൈപോളിന്റെ ലെങ്ത് വളരെ ചെറുതാണെന്ന് നമ്മൾ പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. ഇപ്പൊ നമ്മൾ പറയുന്ന പോയിന്റ് P എന്നുള്ള പോയിന്റിലേക്ക് സെന്ററിൽ നിന്നുള്ള ദൂരം 6 ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ a ആണെന്ന് വിചാരിക്കുക. ഡൈപോളിന്റെ ലെങ്ത് വളരെ ചെറുതാണെങ്കിൽ 2a ചെറുതാണ്, 2a ചെറുതാണെങ്കിൽ a അതിനേക്കാളും ചെറുതാവും. ഈ a-നെ അപേക്ഷിച്ച് നമ്മളുടെ പോയിന്റിലേക്കുള്ള ദൂരം 6 വളരെ കൂടുതലാണെന്ന് കരുതുക. അപ്പൊ നമ്മൾ ഈ ഒരു അപ്രോക്സിമേഷൻ ചെയ്യാൻ പോവാണ്. ശരിക്കുള്ള ഫോർമുല ഇതാണ്. ഇനി ഇതിൽ ഈ അപ്രോക്സിമേഷൻ കൊടുക്കുക, r ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ a. അതായത് നമ്മൾ വിചാരിച്ചിരിക്കുന്ന ആക്സിയൽ ലൈനിലെ പോയിന്റിലേക്ക് സെന്റർ ഓഫ് ദ ഡൈപോൾ എന്നുള്ള ദൂരം ഡൈപോളിന്റെ പകുതി ലെങ്തിനായിട്ട് അപേക്ഷിക്കുമ്പോൾ വളരെ വലുതാണെങ്കിൽ, ഈ r വളരെ വലുതും a വളരെ ചെറുതുമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, r² വളരെ വലുതാവും അല്ലെ. r വലുതാണെങ്കിൽ r² വളരെ വലുതാവും, a ചെറുതാണെങ്കിൽ a² വളരെ ചെറുതാവും ചെയ്യും. സോ r² - a² ഈസ് അപ്രോക്സിമേറ്റ്ലി, r² - a² ഈസ് അപ്രോക്സിമേറ്റ്ലി, a² വളരെ ചെറുതും r² വളരെ വലുതാവുമ്പോൾ ഇതിനെ r² എന്ന് എടുക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, r മച്ച് ഗ്രേറ്റർ ദാൻ a ആണെങ്കിൽ r² - a² ഈസ് അപ്രോക്സിമേറ്റ്ലി r². അപ്രോക്സിമേറ്റ് ഫോർമുലയിലേക്കാണ് പോകുന്നത്, ഇതാണ് കറക്റ്റ് ഫോർമുല. സോ ഈ ഫോർമുല എന്താവും, e is equal to 1/4πε0 q ഒക്കെ അവിടെ ഉണ്ട്, ശ്രദ്ധിച്ച് ചെയ്യാം, ഇൻറ്റു 4ra മുകളിലുണ്ട്. അതൊന്നും ഈ a ചെറുതാ വിചാരിച്ചിട്ട് മുകളിലത്തെ a എന്ന് ഒഴിവാക്കരുത്. കിഴിക്കുമ്പോഴും കൂട്ടുമ്പോഴും മാത്രമേ അപ്രോക്സിമേറ്റ് ചെയ്യാൻ പാടുള്ളൂ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ഡിവൈഡ് ചെയ്യുമ്പോഴും പാടില്ല. അപ്പൊ കിഴിക്കുന്ന സാധനം ചെറുതായതുകൊണ്ട് അത് ഒഴിവാക്കി. സോ r² അടി കിട്ടും. ഹോൾ സ്ക്വയർ ചെയ്യാൻ കേട്ടോ, r² - a² ഹോൾ സ്ക്വയർ ആണ്, a² പോയാൽ ബാക്കി r² ഹോൾ സ്ക്വയർ ആണ്, ദാറ്റ് ഈസ് r⁴ എന്ന് സൂക്ഷിച്ച് ചെയ്യാം. സോ ഉത്തരം 1/4πε0 q ഇൻറ്റു ഒരു r വെട്ടിപ്പോയി 4a ഡിവൈഡഡ് ബൈ r³ എന്നാണ് അപ്രോക്സിമേറ്റ് ഫോർമുല. 1/4πε0 q ഇൻറ്റു 4a ബൈ r³. ഞാൻ ഒന്നും കൂടി അതിലേക്ക് മാറ്റാൻ പോവാണ്. വാട്ട് ഈസ് ഈ q ഇൻറ്റു 4a എന്ന് എഴുതിയതിനെ ഞാനൊന്ന് മാറ്റി എഴുതും. ശ്രദ്ധിക്കുക, ഞാൻ ഇവിടെ തന്നെ മാറ്റുകയാണെ. q ഇൻറ്റു 4a എന്നല്ലേ വന്നത്, അതിനെ q ഇൻറ്റു 2a ഇൻറ്റു 2 എന്നാക്കി. ഒന്നും ചെയ്തില്ല. 4a എന്നുള്ളതിനെ 2 ഇൻറ്റു 2a എന്ന് എഴുതി. 4a എന്നുള്ളതിനെ 2 ഇൻറ്റു 2a എന്ന് എഴുതി. r വെട്ടിപ്പോയി r³ അടിയിലായിരുന്നു. അപ്പൊ q ഇൻറ്റു 2a വരും, q ഇൻറ്റു 2a വരും. വാട്ട് ഈസ് q ഇൻറ്റു 2a? നമുക്കറിയാം p is equal to q ഇൻറ്റു 2a ആണ്. ഡൈപോൾ മൊമെന്റ് ഈസ് ചാർജ് ഇൻറ്റു ഡൈപോൾ ലെങ്ത് ആണ്. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്തത്. സോ
ഈ ഇക്വേഷൻ നിങ്ങൾക്ക് കിട്ടുന്നു E is approximately equal to 1/4 pi epsilon 0. 1/4 pi epsilon 0. 2 അവിടെ ഉണ്ട്. Q into 2a ക്ക് പകരം P കൊടുത്തു divided by RQ. ഞാൻ ഇവിടെ എഴുതാം E is equal to 1 ഞാനൊക്കെ മായ്ക്കാതെ നിങ്ങൾക്ക് ആ ഡെറിവേഷൻ അവിടെ കടന്നോട്ട് വെച്ചിട്ടാണ് മായ്ക്കാത്തത്. E is equal to 1/4 pi epsilon 0 2p by R cube ആണ് മാഗ്നിറ്റ്യൂഡ്. ഡയറക്ഷൻ പറഞ്ഞില്ല, ഡയറക്ഷൻ ഇവിടെ വരച്ചിട്ടുണ്ട്. E1ന്റെ ഡയറക്ഷനിലാണ്, കാരണം E1 ആണ് വലുത്, അതായത് ഓയിൽ നിന്ന് പീലിക്കാണ്, വലത്തോട്ടൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഡയറക്ഷൻ പറയാതെ മാഗ്നിറ്റ്യൂഡ് മാത്രം പറഞ്ഞാൽ E സമം 1/4 pi epsilon 0 2p by R cube അപ്രോക്സിമേറ്റ്ലി. എപ്പോഴാണ് അപ്രോക്സിമേറ്റ് ആവുക? ഇഫ് ദ ഡൈപോൾ ലെങ്ത് ഈസ് വെരി സ്മോൾ കമ്പയർഡ് ടു ദ ഡിസ്റ്റൻസ് ടു ദ പോയിന്റ്. പോയിന്റിലേക്കുള്ള ദൂരത്തിനെ അപേക്ഷിച്ച് ഡൈപോളിന്റെ നീളമൊക്കെ വളരെ ചെറുതാണെങ്കിൽ അപ്രോക്സിമേറ്റ് ആയിട്ട് ഈ ഫോർമുലനെ നമുക്ക് ഉപയോഗിക്കാം 1/4 pi epsilon 0 2p by R cube. ഡയറക്ഷൻ ശ്രദ്ധിക്കുക, ഡയറക്ഷൻ പറഞ്ഞു E1ന്റെ ഡയറക്ഷൻ, അതായത് OPയുടെ ഡയറക്ഷൻ, അതായത് -Qൽ നിന്ന് +Qയിലേക്ക്. -Qൽ നിന്ന് +Qയിലേക്കാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആക്സിയൽ പോയിന്റ്. -Q നിന്ന് +Qയിലേക്കാണ് ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ ആദ്യം പറഞ്ഞു. അപ്പൊ ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ തന്നെയാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. അപ്പൊ ഞാൻ ഇതിനെ വെക്ടറായിട്ട് എഴുതിയാൽ വെക്ടർ E is equal to അപ്പൊ ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷനും ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനും സെയിം ആണ്. എവിടെയാണെങ്കിൽ ഇഫ് ദ പോയിന്റ് ഈസ് an axial point, ആക്സിയൽ ലൈനിലാണ് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുന്നത് ഇലക്ട്രിക് ഡൈപോൾ എങ്കിൽ ആ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഡൈപോൾ മൊമെന്റിന്റെ സെയിം ഡയറക്ഷൻ ആയിരിക്കും. -Q നിന്ന് +Qയിലേക്ക് ആയിരിക്കും. ഇനി ആ പോയിന്റ് നിങ്ങൾ ഇവിടെ ഇട്ടോളൂ, ഇത് ആക്സിയൽ പോയിന്റ് ആണ്. ഇവിടെയാണെങ്കിലും ഈ -Qന്റെ ഇലക്ട്രിക് ഫീൽഡ് ആവും കൂടുതൽ ഉണ്ടാവുക, അപ്പൊ +Qന്റെ ഇലക്ട്രിക് ഫീൽഡ് കുറയും. അപ്പൊ ആരുടെ ശക്തിയാണ് കൂടുതൽ? ഇയാളുടെ ഫീൽഡ് കൂടുതലായതുകൊണ്ട് ഈ ഡയറക്ഷനാവും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും അങ്ങോട്ട്, അതായത് അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ -Q നിന്ന് +Qയിലേക്ക്, അതായത് ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ. ഏത് പോയിന്റിലാണെങ്കിലും ആക്സിയൽ ലൈനിലാണ് പോയിന്റ് എങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം ഇറ്റ് ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡൈപോൾ മൊമെന്റ്. അപ്പോ E is equal to 1/4 pi epsilon 0 2p by R cube അതേപോലെ തന്നെ വെക്ടർ സൈനോട് കൂടി എഴുതാമെന്ന് ചുരുക്കാം. അടുത്ത പോയിന്റ് E is proportional to magnitude. നോക്കിയാൽ ബാക്കിയെല്ലാം കോൺസ്റ്റന്റ് ആണ്. ഡൈപോളിനെ സംബന്ധിച്ചിടത്തോളം 1/4 pi epsilon 0 കോൺസ്റ്റന്റ് ആണ്, 2 കോൺസ്റ്റന്റ് ആണ്, ഡൈപോൾ മൊമെന്റ് കോൺസ്റ്റന്റ് ആണ്. ഇനി എന്താണ് ദൂരം മാറുമ്പോൾ എങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് മാറുക? E is proportional to 1/R cube. ഇതൊക്കെ പരീക്ഷയ്ക്ക് നോക്കിയത്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ ഓഫ് ദ ഡൈപോൾ. ഒരു ഐസൊലേറ്റഡ് പോയിന്റ് ചാർജ് ആയിരുന്നെങ്കിൽ നമ്മൾ കണ്ടത് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ആയിരുന്നു. 1/R² പ്രൊപ്പോർഷണൽ ആയിട്ടായിരുന്നു പോയിന്റ് ചാർജ് ആയിരുന്നെങ്കിൽ. അതേ സമയത്ത് ഒരു ഡൈപോൾ ആയി മാറിയപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R³ ആണ്. E is proportional to 1/R³ ആണ്. അപ്പൊ എപ്പോഴും R² ഡൈപോൾ ആയപ്പോ R³ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ ഡെറിവേഷൻ ഓർമ്മിക്കുക, സിമ്പിൾ ആണ് ഡെറിവേഷൻ. അത് ടഫായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന ഡെറിവേഷൻ ഇതിനേക്കാളും ടഫായിട്ട്. അപ്പോ -Q +Q അടങ്ങിയ AB എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് ഡൈപോൾ, അതിന്റെ ലെങ്ത് 2a ആണ്, അതിന്റെ സെന്റർ ഓഫ് ദ ഡൈപോൾ O ആണ്. ഇപ്പൊ ഡൈപോളിന്റെ പകുതി നീളം എയും ആണ്. നമുക്ക് ആക്സിയൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ, ആക്സിയൽ ലൈൻ എന്ന് പറഞ്ഞാൽ ഈ -Qനെയും +Qനെയും കൂട്ടി വരയ്ക്കുന്ന ഇമാജിനറി ലൈൻ ആണ്. ആ ലൈനിലുള്ള ഏതോ ഒരു പോയിന്റ് ആണ് P. ആ P എന്നുള്ള പോയിന്റിലേക്ക് സെന്റർ ഓഫ് ദ ഡൈപോൾ എന്നുള്ള ദൂരമാണ് R. അപ്പൊ ഈ ചിത്രപ്രകാരം +Qൽ നിന്ന് R - Aയും -Qൽ നിന്ന് R + A ആണ്. +Q കാരണം ഡയറക്റ്റ് ഇലക്ട്രിക് ഫീൽഡ് അവിടെ എഴുതി 1/4 pi epsilon 0 Q/R² എന്നുള്ള ഫോർമുല R പകരം R - A ഹോൾ² ആയി. അതിന്റെ ഡയറക്ഷൻ +Qൽ നിന്ന് പുറത്തേക്ക് ഏറോ മാർക്ക്. -Q കാരണം ഇലക്ട്രിക് ഫീൽഡ് എഴുതി 1/4 pi epsilon 0 Q/R + A ഹോൾ². അത് ഉള്ളിലേക്ക് ഏറോ മാർക്ക്, അതായത് P യിൽ നിന്ന് Oയിലേക്ക്. ഇതില് ഇപ്പൊ കാണിച്ച ചിത്രത്തിൽ E1 E2നേക്കാളും വലുതായതുകൊണ്ട്, അതായത് ഇയാളുടെ ഡിനോമിനേറ്റർ ചെറുതാണ്, ഇയാളുടെ ഡിനോമിനേറ്റർ വലുതാണ്. അപ്പൊ E1 is greater than E2 ആയതുകൊണ്ട് E1 - E2 ആണ് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ്. അതിന്റെ ഡയറക്ഷൻ E1ന്റെ ഡയറക്ഷനിൽ, അതായത് -Qൽ നിന്ന് +Qയിലേക്ക് OPയിലേക്ക്. ഇതിനെ സിംപ്ലിഫൈ ചെയ്തു. അപ്രോക്സിമേറ്റ് കറക്റ്റ് ഫോർമുല ഇവിടെ ഇങ്ങനെ വരും. ഇവിടെയൊക്കെ നിങ്ങൾ കുറച്ച് മാത്സ് അറിയണം, എഴുതി പഠിക്കണം. ഇതില് ഇഫ് A is very less compared to R, അല്ലെങ്കിൽ R is much greater than A ആണെങ്കിൽ R² - A² നിങ്ങൾക്ക് എന്തായിട്ട് എഴുതാം? R² മാത്രമാക്കി എഴുതാം. A² ഒഴിവാക്കാം, നെഗ്ലക്ട് ചെയ്യാം. അപ്പൊ ഇവിടെ R² ഹോൾ² വരുമ്പോൾ R⁴ വരും. അപ്പൊ അത് R³ ആയിട്ട് മാറി. ഇവിടെ 4a എന്നുള്ളതിനെ 2 × 2a ആക്കി. അതിൽ Q × 2a ഒന്നിച്ചെഴുതി ഒരു 2 പുറത്തേക്ക്. Q × 2a എന്ന് പറഞ്ഞാൽ ഡൈപോൾ മൊമെന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ 2p by R³ എന്നാണ് ഉത്തരം. E is equal to 1/4 pi epsilon 0 2p by R³ and its direction is -Qൽ നിന്ന് +Qയിലേക്ക്, അതായത് ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ തന്നെയാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. അതൊക്കെ ഞാൻ പറയാൻ കാരണം ഇനി അടുത്ത പോയിന്റിൽ ഇതിനൊക്കെ വ്യത്യാസമുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ ബേസിക് ആയിട്ട്
മനസ്സിലാക്കുന്നത് ഇലക്ട്രിക് ഡൈപോളിന്റെ ഇലക്ട്രിക് ഫീൽഡ് അലോങ് ദ ആക്സിയൽ ലൈൻ. ഓക്കെ, അപ്പൊ നിങ്ങൾ എഴുതി പഠിക്കാം. ഇതിനേക്കാളും കുറച്ചും കൂടി ബുദ്ധിമുട്ടുള്ള സാധനം കൂടി ഡിറൈവ് ചെയ്തിട്ട് നമുക്ക് നിർത്താൻ പറ്റുന്നതാണ്. നമ്മളെ വീട്ടില് ചിക്കൻ പൊരിക്കുന്നതിന്റെ, ബിരിയാണിയുടെ, ബീഫിന്റെ ഒക്കെ മണം എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് 1 മണിക്ക് തന്നെ അത് അവസാനിപ്പിക്കണം. പക്ഷെ അടുത്തൊരു ഡെറിവേഷനും കൂടി പറഞ്ഞതിന് ശേഷം. അപ്പൊ നിങ്ങൾ ശ്രദ്ധയോടുകൂടി ഇരിക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കൂടുതൽ പ്രാധാന്യമുള്ളത് ഇത് എളുപ്പമാണ്. ടഫ് ആയിട്ടുള്ള സാധനത്തിലേക്ക് പോകാനും. അപ്പൊ ഇതിനേക്കാളും ഒന്ന് ക്ഷമയോടുകൂടി ഇരിക്കണം. പക്ഷെ നിങ്ങൾക്ക് ഇനി കുറച്ച് വേഗത്തിൽ പറയാം, ഒരാളെ പറഞ്ഞതുകൊണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ആക്സിയൽ പോയിന്റ് അല്ല, പകരം ഇക്വിറ്റോറിയൽ പോയിന്റ്. ഇക്വിറ്റോറിയൽ പോയിന്റ്, ഇക്വിറ്റോറിയൽ ലൈൻ, അതിലുള്ള പോയിന്റ് ആണ് ഇക്വിറ്റോറിയൽ പോയിന്റ്. എന്താണ് ഇക്വിറ്റോറിയൽ ലൈൻ എന്ന് പറയാം. നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടോ? ഞാൻ കുറച്ച് പേപ്പറിലൊക്കെ വരയ്ക്കുമ്പോൾ കുറച്ച് മുകളിൽ സ്പേസ് ഇട്ട് വരയ്ക്കും. ഡെറിവേഷനൊക്കെ കൂടി ചെയ്യുമ്പോൾ കുറച്ച് സ്ഥലം തികയാതെ വരും, ശ്രദ്ധിക്കുക. എന്നാലും നമ്മളെ ഡൈപോള് എ ബി എന്നുള്ള ഡൈപോൾ തന്നെ. ചാർജ് -q +q. നിങ്ങൾ ഇതൊക്കെ ഇവിടെ +q വെക്കാനും ഇവിടെ -q വെക്കാനും വരയ്ക്കാൻ പഠിക്കണം കേട്ടോ. പരീക്ഷയ്ക്ക് ഒരു പ്രാവശ്യം ചോദിച്ചാൽ ഇവിടെ +q ഇവിടെ -q ആയിരിക്കും. നമ്മൾ ഇങ്ങനെ വരച്ച് പഠിപ്പിച്ചിട്ട് മറ്റേത് ചെയ്യാനും നിങ്ങൾ അറിയണം. സെന്റർ ഓഫ് ദ ഡൈപോൾ ആസ് യൂഷ്വൽ O. നേരത്തെ ആക്സിയൽ ലൈൻ എന്ന് പറഞ്ഞാൽ -q-നെയും +q-നെയും കൂട്ടി വരയ്ക്കുന്ന ഈ ഇമാജിനറി ലൈനാണ്. ആ ലൈനിലുള്ള ഏതൊരു പോയിന്റിലും ഇലക്ട്രിക് ഫീൽഡ് ഇപ്പൊ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഇതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് ഇക്വിറ്റോറിയൽ ലൈൻ. ഡൈപോളിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ ഡൈപോളിന്റെ സെന്റർ കൂടെ പാസ് ചെയ്യണം, പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ നമ്മളെ ലൈൻ ഇപ്പൊ ഞാൻ വരയ്ക്കാൻ പോകുന്ന ലൈൻ ഇതാണ്. ഈ ലൈനിനെ വിളിക്കുന്ന പേരാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ. അതായത് സെന്റർ കൂടെ പാസ് ചെയ്യുന്നു, എന്നാൽ പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ അങ്ങനെയുള്ള ലൈനിലെ ഒരു പോയിന്റ് ആണ് നമുക്ക് കാണിക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോയിന്റിന് എപ്പോഴും നമ്മൾ P എന്നുള്ള അക്ഷരം കൊടുക്കണം. അപ്പൊ നേരത്തെ P എന്നുള്ള പോയിന്റ് ഈ ലൈനിലായിരുന്നു. ഇപ്പൊ P എന്നുള്ള പോയിന്റ് ഇവിടെ എവിടെയാണ്, അവിടെ ആവാം, ഇവിടേക്ക് ആവാട്ടോ, താഴത്തൊക്കെ ആവാം. അപ്പൊ ഞാൻ മുകളിൽ വരച്ചു മാത്രം. ആ P എന്നുള്ള പോയിന്റിലേക്ക് വീണ്ടും ദൂരങ്ങൾ അളക്കുന്നത് എവിടെന്നാ പറഞ്ഞത്? ഡൈപോളിന്റെ സെന്റർ എന്നാണ്. ഡൈപോളിന്റെ സെന്ററിൽ നിന്ന് P എന്നുള്ള പോയിന്റിലേക്കുള്ള ദൂരത്തിന് നമുക്ക് R എന്ന് കാണിക്കാം. ഓക്കെ, അപ്പൊ ചിത്രത്തിന്റെ ആദ്യ ഭാഗമായി കൺസിഡർ എ ഡൈപോൾ AB consisting of charges -q and +q having dipole length 2a. നേരത്തെ പറഞ്ഞത് തന്നെ 2a എന്നുള്ളത് ഞാൻ ഇവിടെ കാണിച്ചു. സെന്ററിലേക്കുള്ള ദൂരം A, വീണ്ടും സെന്ററിൽ നിന്ന് മറ്റേ ചാർജിലേക്കുള്ള ദൂരം A. അപ്പൊ രണ്ടും കൂടി കൂട്ടിയാൽ 2a. അപ്പൊ -q എന്ന് +q-ലേക്കുള്ള ദൂരം 2a ആണ്, സെന്ററിലേക്കുള്ള ദൂരം അപ്പൊ A ആണ്. അതുകൊണ്ടാണ് ഈ A എന്ന് പറയാൻ കാരണം. 2a എന്ന് എടുക്കാൻ കാരണം അതിന്റെ പകുതി നമുക്ക് പല സ്ഥലത്തും ആവശ്യമുണ്ട്. നേരത്തെ നമുക്ക് വേണ്ടി വന്നു. അതേപോലെ ഇവിടെയും 2a പകുതി നമുക്ക് ആവശ്യം വരും. അപ്പൊ അതാണ് ഇവിടെ A കാണിച്ചത്. അപ്പൊ 6 ദൂരം സെന്ററിൽ നിന്ന് P എന്നുള്ള പോയിന്റിൽ. ഈ പോയിന്റ് എവിടെ കിടക്കുന്നത്? ഇക്വിറ്റോറിയൽ ലൈൻ ആണ്. ഇക്വിറ്റോറിയൽ ലൈൻ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയും. ഇതാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ. സെന്ററിനെ പെർപെൻഡിക്കുലർ ആയിട്ട് ബൈസെക്ട് ചെയ്യുക. അപ്പൊ അതിലുള്ള ഇങ്ങനെ നീട്ടി വരയ്ക്കുക ഈ ലൈനൊക്കെ അതിലെവിടെയുള്ള ഒരു പോയിന്റ് ആണ്. ഇനി നമ്മൾ വീണ്ടും നമ്മുടെ കയ്യിലുള്ള ഫോർമുല ഇലക്ട്രിക് ഫീൽഡ് കാണാൻ 1/4πε0 q/r² ആണ് ഒരു പോയിന്റ് ചാർജിന്റെ. ഇവിടെ 2 ചാർജുകളാണെന്നുള്ള കാര്യം വ്യത്യാസമുള്ളൂ, നേരത്തെ ചെയ്ത അതേ വഴി തന്നെ. അപ്പൊ ആദ്യം നമുക്ക് ഈ +q-ൽ നിന്ന് P-യിലേക്കുള്ള ദൂരം പറയണം. അപ്പൊ +q-ൽ നിന്ന് നമ്മളെ P എന്നുള്ള പോയിന്റിലേക്ക് സ്ട്രൈറ്റ് ലൈൻ വരച്ചു. എത്ര ദൂരം? BP. അതുപോലെ തന്നെ -q-ന്ന് P എന്നുള്ള പോയിന്റിലേക്ക് ദൂരം പറയണം. ആൻഡ് ദാറ്റ് ഈസ് AP. BP-യും AP-യും തുല്യമായിരിക്കും. എന്താ കാരണം? ദിസ് ഈസ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്. നടുവിലേക്കുള്ള ദൂരങ്ങളൊക്കെ സെയിം അല്ലേ? +q-ന്ന് -q-ന്ന് നടുവിലേക്കുള്ള ദൂരം സെയിം ആണ്. അപ്പൊ ഇവിടെയാണെങ്കിലും ഒക്കെ -q എന്നാണെങ്കിലും +q എന്നായിരിക്കും. ഈ ഇക്വിറ്റോറിയൽ ലൈനിലുള്ള ഏത് പോയിന്റിലേക്കുള്ള ദൂരം സെയിം ആയിരിക്കും. അതായത് നമുക്ക് അറിയാവുന്ന കാര്യം അത് തന്നെ ഞാൻ അവിടെ എഴുതി വെക്കുകയാണ്. AP = BP ആണ്. +q എന്നുള്ള ദൂരമാണ് BP, -q-ന്ന് P എന്നുള്ള പോയിന്റിലേക്കുള്ള ദൂരമാണ് AP. രണ്ടെണ്ണം എപ്പോഴും ഈക്വൽ ആയിരിക്കും, കാരണം ദിസ് ഈസ് ഇക്വിറ്റോറിയൽ ലൈൻ ആണ്, പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ഓക്കെ, അത് എത്രയായിരിക്കും? അത് നമുക്ക് എഴുതി വെക്കാം. B എന്നും P എന്നൊക്കെ ഉള്ള ദൂരം എത്രയായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു ഒരു ഹൈപ്പോട്ടന്യൂസ് ആയി മാറി അല്ലെ? റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്, അതിന്റെ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോ ബേസ് A ഉണ്ട്, ഹൈറ്റ് R ഉണ്ട്. സോ ദിസ് വിൽ ബി R² + A² all raised to half. √R² + A². √R² + A² എഴുതുന്നതിന് പകരം ഞാൻ തൽക്കാലം R² + A² all raised to half എഴുതി. അപ്പൊ നിങ്ങൾക്ക് +q എന്ന് P എന്നുള്ള പോയിന്റിലേക്കുള്ള ദൂരം കിട്ടിയിട്ടുണ്ട്, -q എന്ന് P എന്നുള്ള പോയിന്റിലേക്കുള്ള ദൂരം കിട്ടിയിട്ടുണ്ട്. അത് √R² + A² ആണ്, അല്ലെങ്കിൽ R² + A² all raised to half ആണ്. ചിത്രം കണ്ടാൽ മനസ്സിലായി. ഓക്കെ, ഇനി എനിക്ക് ഇവിടെ +q കാരണം ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിനെ നമ്മൾ നേരത്തെ പേര് വിളിച്ചു E1. ആ E1ന്റെ ഡയറക്ഷൻ ഒന്ന് കാണിക്കണം. നോക്കുക, +q-ൽ നിന്ന് പുറത്തേക്ക് ഏറോ മാർക്ക് ഇട്ടാൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കിട്ടും അല്ലെ? അപ്പൊ പുറത്തേക്ക് ഏറോ മാർക്ക് ഇട്ട് ഞാൻ വരയ്ക്കുകയാണ്. അതേ സ്ട്രൈറ്റ് ലൈൻ പുറത്തേക്ക് ഏറോ മാർക്ക് ഇടുന്നു. ദിസ് ഈസ് E1.
ആരാണത്? പ്ലസ് ക്യൂ കാരണം പി എന്നുള്ള പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രൈറ്റ് ലൈൻ ഔട്ട്വേർഡ്സ് ആണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ പ്ലസ് ക്യൂ. ഇവിടെ ഒരു +1 കൂളോമിനെ കണ്ടാൽ റിപ്പൾ ചെയ്യും, സ്ട്രൈറ്റ് ലൈൻ കൂടെ പുറത്തേക്ക്. സ്ട്രൈറ്റ് ലൈൻ കൂടെ തള്ളാൻ കാരണം സെൻട്രൽ ഫോഴ്സ് ആയതുകൊണ്ട്, റിപ്പൾ ചെയ്യാൻ കാരണം രണ്ടും പോസിറ്റീവ് ആയതുകൊണ്ട്. ഇനി ഇയാൾ കാരണം -q കാരണം ഇവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് E2 എന്ന് വിളിക്കാം, നേരത്തെ വിളിച്ച പോലെ തന്നെ. അയാളുടെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? -q ഇവിടെ ഒരു +1 കൂളോമിനെ വെച്ചാൽ അട്രാക്ട് ചെയ്യും, അപ്പൊ സ്ട്രൈറ്റ് ലൈൻ കൂടെ അട്രാക്ട് ചെയ്യും ഉള്ളിലേക്ക്. സോ ദിസ് ഈസ് E2. ഓക്കെ, അപ്പൊ അത് ആദ്യം മനസ്സിലായി. ഈ പ്രത്യേക രൂപത്തിലാണ് ഡിസ്കസ് ചെയ്യണം, നന്നായി മനസ്സിലാക്കാം. +q കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് E1 സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് ഔട്ട്വേർഡ്സ്, -q കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് E2 സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് ഇൻവേർഡ്സ്, -q ഉള്ളിലേക്ക്. അപ്പൊ E1 ഉം E2 ഇത് രണ്ടും കൂടി കൂട്ടിയതാണ് ആകെ ഇലക്ട്രിക് ഫീൽഡ് P. E1ന്റെയും E2ന്റെയും റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് കാണണം. നേരത്തെ അത്ര എളുപ്പമല്ല. നേരത്തെ E1 ഉം E2 നേരെ ഒപ്പോസിറ്റ് ആയിരുന്നു ആക്സിയൽ പോയിന്റ് ആയപ്പോ, അതുകൊണ്ട് നമുക്ക് വേഗം മൈനസ് ചെയ്യാൻ പറ്റി. ഇവിടെ അങ്ങനെയല്ല, E1 ഉം E2 ഇടയ്ക്കുള്ള ആംഗിൾ 0 ഡിഗ്രി അല്ല, 180 ഡിഗ്രി അല്ല. അതായത് നേരെ എളുപ്പത്തിൽ കൂട്ടാനോ കുറയ്ക്കാനോ പറ്റില്ല. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വെക്ടർ അഡീഷന്റെ ചില നിയമങ്ങൾ അറിയാം. നിങ്ങൾക്ക് അറിയാവുന്നത് പാരലോഗറം ലോ ആണ്. നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ ആദ്യം ചാടിക്കറി വരിക E1നെയും E2നെയും ഒരു പാരലോഗറത്തിന്റെ അഡ്ജസന്റ് സൈഡ്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്ത് അതിന്റെ ഡയഗണൽ റിസൾട്ടിനെ തരും. ഇത് നമ്മളൊരു വഴിയാണ്. പക്ഷെ ഒന്നും കൂടി എളുപ്പമുള്ള വഴിയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. നമുക്ക് ഉത്തരം കിട്ടാൻ എളുപ്പമുള്ള വഴി, ഏതൊരു വെക്ടറിനെയും നിങ്ങൾക്ക് രണ്ട്, ഞാൻ പറയുന്ന സ്ഥിരം പരിപാടിയാണ്, റെക്ടാങ്കുലാർ കമ്പോണൻസ് ആക്കി റിസോൾവ് ചെയ്യാം. ഏതൊരു വെക്ടറിനെയും നിങ്ങൾക്ക് ഒരു പ്ലെയിനിൽ, ഒരു പ്രതലത്തിൽ രണ്ട് റെക്ടാങ്കുലർ കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാം. നന്നായിട്ട് പഠിച്ചിരിക്കുകയാണ് സൊല്യൂഷൻ ഓഫ് വെക്ടേഴ്സ്. അപ്പൊ ആ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഞാൻ E1 എന്ന് പറയുന്ന വെക്ടറിനെ രണ്ട് കഷ്ണങ്ങളാക്കുകയാണ്, റിസോൾവ് ചെയ്യാണ്. ഒന്ന് ഈ ഡയറക്ഷൻ, നന്നായി മനസ്സിലാവും. ഒന്ന് ഇതിന് പെർപെൻഡിക്കുലർ ആവണം, എന്നാൽ E1 ഇടയിലും ഉണ്ടാവണം. അത് അവിടെ കൊണ്ടുപോയി വരയ്ക്കരുത്. ഓക്കെ, അപ്പൊ ഒന്ന് പെർപെൻഡിക്കുലർ ബൈസെക്ടറിന്റെ ഡയറക്ഷനിലും ഒന്ന് ഈ ആക്സിസിന് പാരലായിട്ടും, അല്ലെ? ഒന്ന് പെർപെൻഡിക്കുലർ ബൈസെക്ടറിലും ഒന്ന് ആക്സിസിന് പാരലായിട്ടാണ് ഈ രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ആയിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്തത്. E1നെ രണ്ട് കഷ്ണങ്ങളാക്കി മുറിച്ചു. നമുക്ക് പേര് കൊടുക്കണമെങ്കിൽ ഒരു ആംഗിൾ ഒക്കെ വേണം. ലെറ്റ് ദിസ് ആംഗിൾ ബി തീറ്റ. ഇത് തീറ്റയാണെന്ന് വിചാരിക്കാം. നോക്കൂ, ഈ സൈഡും ഈക്വൽ ആണ്, AP BP ഈക്വൽ ആണ്. എന്തുകൊണ്ട്? ഇത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയതുകൊണ്ടാണ്. അപ്പൊ ഈ രണ്ട് സൈഡ് ഈക്വൽ ആണെങ്കിൽ ഇതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ഈ ആംഗിളും ഇതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ഈ ആംഗിളും സെയിം ആവും. അപ്പൊ ഇത് തീറ്റയാണെങ്കിൽ ധൈര്യമായിട്ട് ഇവിടെയും തീറ്റ എന്നുള്ളത്. ഓക്കെ, നമുക്കതൊന്നും ഉത്തരത്തിൽ വേണ്ട, പക്ഷെ ഞാനൊന്ന് കാണിക്കാൻ പോവാം. ഈ ആംഗിളും സെയിം ആയിരിക്കും, ദാറ്റ് വിൽ ബി തീറ്റ. അപ്പോ ഇതേ ലൈൻ അങ്ങോട്ട് പോയത്, ഇതേ ആക്സിസിന് പാരലാണ് ഇവിടെ കിടക്കുന്നത്. ഇതേ ലൈൻ നേരെ നീട്ടി വരച്ചിരിക്കുന്നു, ഇതിന് പാരലായിട്ടുള്ള ലൈൻ ഇവിടെ ഉണ്ട്. അപ്പൊ ഈ ലൈനിനും ഈ ആക്സിസിനും ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റയാണെങ്കിൽ ഇതേ ലൈൻ അങ്ങനെ നീട്ടി വരച്ചു, ഇതിന് പാരലായിട്ടുള്ള ഈ ഡോട്ടിട്ടുള്ള ലൈൻ ഇവിടെ ഉണ്ട്. സോ ദിസ് ആംഗിൾ ഈസ് ആൾസോ തീറ്റ. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത് തീറ്റയാണെങ്കിൽ ഇതും തീറ്റയാണ്. ഓക്കെ, എന്തുകൊണ്ടാണ്? ഇതേ സ്ട്രൈറ്റ് ലൈനാണ് നീട്ടി വരച്ചത്, പുറത്തേക്ക് ഏറോ മാർക്ക് ഇട്ടിട്ട്. ഇനിയോ തീറ്റ എന്ന് പറഞ്ഞാൽ ആക്സിസിനായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ഇവിടെ വരച്ചത്. ഈ ആക്സിസിന് പാരലാണ് നേരത്തെ ചെയ്യാം. അപ്പൊ E1ന്റെ തീറ്റയുടെ അടുത്തുള്ള കമ്പോണന്റ് ആരായിരിക്കും? നിങ്ങൾക്കറിയാം, E1 cos തീറ്റ. എപ്പോഴും അറിയാം, തീറ്റയുടെ അടുത്തുള്ള കമ്പോണന്റ് കൊസൈൻ കമ്പോണന്റ്. അപ്പൊ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കമ്പോണന്റ് ആരായിരിക്കും? E1ന്റെ സൈൻ തീറ്റ എന്ന് പറയുന്ന കമ്പോണന്റ്. സോ ദിസ് ഈസ് E1 സൈൻ തീറ്റ, E1 cos തീറ്റ. മനസ്സിലാക്കിയവർക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. ഇനി ഇതേപോലെ E2നെ റിസോൾവ് ചെയ്യാൻ പോവാണ്. നോക്കൂ, ഈ ആംഗിൾ തീറ്റയാണ്. ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിളും തീറ്റയാവില്ലേ? എന്താ കാരണം? ആൾട്ടർനേറ്റ് ആംഗിളാ, അല്ലെ? ഇതിന് പാരലാണിത്. അപ്പൊ രണ്ട് പാരൽ ലൈൻസിനെ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആംഗിളും എന്തായി? ആൾട്ടർനേറ്റ് ആംഗിൾ ആയി. അപ്പൊ ഇത് തീറ്റയാണെങ്കിൽ ഇതും തീറ്റയാണ്. ഇത് രണ്ടും തീറ്റയാണ്, കാരണം ഈ രണ്ട് സൈഡുകൾ ഈക്വൽ ആണ്. അപ്പൊ ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഇത് ആംഗിൾ തീറ്റയും. അപ്പൊ E2നെ ഞാൻ രണ്ട് കമ്പോണൻസ് ആക്കുന്നത്. നിങ്ങളൊന്നും വരയ്ക്കാനൊന്നുമില്ല, എഴുതാനേ ഉള്ളൂ. E2നെ ഒരു കമ്പോണന്റ് ഈ ഡയറക്ഷൻ, മറ്റേ കമ്പോണന്റ് ഈ ഡയറക്ഷൻ. ഓക്കെ, അപ്പൊ E2ന്റെ രണ്ട് കമ്പോണൻസ് ഒന്ന് ഇതും. ഓൾറെഡി അവിടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഉണ്ടെങ്കിൽ വരയ്ക്കാനൊന്നുമില്ല, ഏറോമാർക്ക് കിട്ടാണ്. അപ്പൊ അതിൽ തീറ്റയുടെ അടുത്തുള്ള കമ്പോണന്റ് ആണ് ഇയാൾ. അതാരാ? E2ന്റെ തീറ്റയുടെ അടുത്തുള്ള കമ്പോണന്റ് ആരായിരിക്കും? E2 cos തീറ്റ. ഓക്കെ, മറ്റേതോ? അപ്പൊ ദിസ് വിൽ ബി E2 സൈൻ തീറ്റ. വലുതാക്കി ചിത്രം വരച്ചാലേ പേപ്പറിൽ കാണും. അപ്പൊ E2നെ E2 cos തീറ്റ, E2 സൈൻ തീറ്റയ്ക്ക് വെച്ചു. ഇവിടെ ആംഗിൾ തീറ്റ വരാൻ കാരണം ഈ ആംഗിളും ആൾട്ടർനേറ്റ് ആംഗിൾ ആയിരുന്നു. ഇവിടെ തീറ്റ വരാൻ കാരണം ഈ ആംഗിളും ഒരേ ലൈനും അതിന്റെ പാരൽ ലൈനിനും അടുത്തുള്ള ആംഗിൾ. നോക്കൂ, ഇപ്പൊ E1 cos തീറ്റയും E2 cos തീറ്റയും ഒരേ ഡയറക്ഷനിലല്ലേ വന്നത്? ഇയാളുടെ ഒറിസോണ്ടൽ കമ്പോണന്റ് ആയിട്ടുള്ള E1 cos തീറ്റയും E2 എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഒറിസോണ്ടൽ കമ്പോണന്റ് ആയിട്ടുള്ള E2 cos തീറ്റയും ഒരേ ഡയറക്ഷനിൽ വന്നാൽ ധൈര്യമായിട്ട് കൂട്ടാം. ഓക്കെ, അതേ സമയത്ത് നോക്കൂ, ഇയാളുടെ E1 സൈൻ തീറ്റയും ഇയാളുടെ E2 സൈൻ തീറ്റയും നേരെ ഓപ്പോസിറ്റ് ആയിട്ടല്ലേ വന്നത്. സോ അവര് തമ്മിൽ മൈനസ് ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് വെക്ടർ അഡീഷൻ ഒന്നും കൂടി എളുപ്പമായി. E1 cos തീറ്റയും E2 cos തീറ്റയും കൂട്ടാം.
E1ന്റെ E1 സൈൻ തീറ്റയും E2ന്റെ E2 സൈൻ തീറ്റയും മൈനസ് ചെയ്യാം. നോക്കുക, വാട്ട് ഈസ് E1 മാഗ്നിറ്റ്യൂഡ് എന്ന് എഴുതി വെക്കാം. വാട്ട് ഈസ് E1? 1/4πε0 പോയിന്റ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് Q ഡിവൈഡഡ് ബൈ P എന്നുള്ള പോയിന്റിലേക്കുള്ള ദൂരം എത്രയത്? BP സ്ക്വയർ അല്ലെ? Q എന്ന് P യിലേക്ക്. സിമിലർലി E2 എന്താ വരിക? 1/4πε0 അത് ചാർജ് Q തന്നെയാണ്, ദൂരം AP സ്ക്വയർ. ഓക്കെ, പക്ഷെ നമ്മൾ ആദ്യം എഴുതിയിട്ടുണ്ട് AP BP ഈക്വൽ ആണ്, അത് എത്രയാണെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. സോ യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് ഈസ് E1 ഈക്വൽ ടു E2. മാഗ്നിറ്റ്യൂഡ് ആണ് എഴുതിയിട്ട് ഡയറക്ഷൻ ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പൊ E1ന്റെ മാഗ്നിറ്റ്യൂഡും E2ന്റെ മാഗ്നിറ്റ്യൂഡും തുല്യമാണ്. എത്രയാണ്? 1/4πε0 Q by AP സ്ക്വയർ എന്ന് എഴുതാം, BP സ്ക്വയർ എന്ന് എഴുതാം. അതിനൊക്കെ പകരം R സ്ക്വയർ പ്ലസ് A സ്ക്വയർ, R/2 സ്ക്വയർ ചെയ്യുകയും ചെയ്യാം. AP BP ഒക്കെ നമുക്കറിയാം. ഓക്കെ, E1 ഈക്വൽ ടു E2, ദാറ്റ് ഈസ് E1 ഈക്വൽ ടു E2 ഈക്വൽ ടു എത്രയായിട്ട് എഴുതാം? 1/4πε0 Q ഡിവൈഡഡ് ബൈ AP BP ഒക്കെ എത്രയാ? R സ്ക്വയർ പ്ലസ് A സ്ക്വയർ അല്ലെ? ഓൾ റൈസ് ടു ഹാഫ്, അതാണ് AP BP. അതിനെ സ്ക്വയർ ചെയ്യാം. ഓൾ റൈസ് ടു ഹാഫിനെ സ്ക്വയർ ചെയ്താൽ അല്ലെങ്കിൽ റൂട്ടിനെ സ്ക്വയർ ചെയ്താൽ പിന്നെ ഞാൻ ഒന്നും ചെയ്യേണ്ട, R സ്ക്വയർ പ്ലസ് A സ്ക്വയർ. അപ്പോ E1ന്റെയും E2ന്റെയും വാല്യൂ 1/4πε0 Q by R സ്ക്വയർ പ്ലസ് A സ്ക്വയർ, R സ്ക്വയർ പ്ലസ് A സ്ക്വയർ ഓൾ റൈസ് ടു ഹാഫിനെ സ്ക്വയർ ചെയ്തു. ഓക്കെ, രണ്ടാക്കാരുടെ മാഗ്നിറ്റ്യൂഡ് സെയിം, ഡയറക്ഷൻ ഒക്കെ വ്യത്യാസമുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് E1 സൈൻ തീറ്റയും E2 സൈൻ തീറ്റയും ഓപ്പോസിറ്റ് ആണ്. അപ്പൊ E1ഉം E2ഉം ഈക്വൽ ആണ്. E1 സൈൻ തീറ്റയും E2 സൈൻ തീറ്റയും അപ്പൊ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആവില്ലേ? അതുകൊണ്ട് ഇമ്പോർട്ടന്റ്, E1 സൈൻ തീറ്റ ആൻഡ് E2 സൈൻ തീറ്റനെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട, ക്യാൻസൽ. അവർ പരസ്പരം ക്യാൻസൽ ചെയ്യും, കാരണം E1 E2 ഈക്വൽ ആണ്. അതുകൊണ്ട് E1 സൈൻ തീറ്റ E2 സൈൻ തീറ്റയും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. ദേ വിൽ ക്യാൻസൽ ഈച്ച് അതർ. അതാണ് ഇതിന്റെ എളുപ്പം. അതേ സമയത്ത് E1 കോസ് തീറ്റയും E2 കോസ് തീറ്റയും ഈക്വൽ തന്നെയാണ്, പക്ഷെ അവർ ഒരേ ഡയറക്ഷനിൽ വന്നുകൊണ്ട് നേരെ കൂട്ടാം. സോ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു E1 കോസ് തീറ്റ പ്ലസ് E2 കോസ് തീറ്റ. E1 സൈൻ തീറ്റയും E2 സൈൻ തീറ്റയും ക്യാൻസൽ ചെയ്തു. ഇത് രണ്ടെണ്ണം സെയിം ആയതുകൊണ്ട് നമുക്ക് 2E1 കോസ് തീറ്റ എന്ന് എഴുതാം അല്ലെ? രണ്ടെണ്ണത്തിന് E1നും E2നും ഒക്കെ സെയിം ആയതുകൊണ്ട് 2E1 കോസ് തീറ്റ. വാട്ട് ഇസ് ദാറ്റ്? നിങ്ങൾ ശ്രദ്ധിക്കാട്ടാ. E ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു E1ന്റെ സ്ഥാനത്ത് എത്രയാ? E1നും E2 എത്രയാണ് പറഞ്ഞത്? 1/4πε0 Q ഡിവൈഡഡ് ബൈ R സ്ക്വയർ പ്ലസ് A സ്ക്വയർ. ഇതൊക്കെ ഒപ്പം നിങ്ങൾ എഴുതിയാലേ മനസ്സിലാവുള്ളൂ, വെറുതെ നോക്കിയിരുന്നാൽ ഓർമ്മ വരും. ഇൻറ്റു കോസ് തീറ്റ, E1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കോസ് തീറ്റ വീണ്ടും ചിത്രത്തിലേക്ക് വരാം. വാട്ട് ഈസ് കോസ് തീറ്റ? ഇവിടെ എവിടെ നോക്കിയാലും കുഴപ്പമില്ല. കോസ് തീറ്റ ഈസ് ഈക്വൽ ടു adjacent side, that is A divided by hypotenuse. What is this? Hypotenuse is BP ആണ് അല്ലെങ്കിൽ AP ആണ്. That is R square plus A square all raised to half. Root of R square plus A square. അപ്പൊ adjacent side by hypotenuse. അപ്പൊ cos theta ക്ക് പകരം A divided by root of R square plus A square. റൂട്ട് എന്ന് എഴുതുന്നതിനേക്കാൾ നല്ലത് R square plus A square all raised to half എന്ന് എഴുതി. അപ്പൊ നിങ്ങൾക്ക് ഉത്തരം ഒന്നും കൂടി വൃത്തിയാക്കാം. 2 into ഞാൻ ആ 2നെ ഉള്ളിലേക്ക് കയറ്റാണ്. അതൊക്കെ നമുക്ക് എന്താണെന്നുള്ള കാരണം അറിയാം. 1/4πε0 Q into 2A. ഈ 2നെ എന്റെ ഒപ്പം കൊണ്ടുപോയി കിടത്തി, അവിടെ കിടക്കാനും കുഴപ്പമില്ലല്ലോ, മൾട്ടിപ്ലൈ ചെയ്യാനില്ല. സോ 1/4πε0 Q into 2A. Q into 2A ആരാ? ഡൈപോൾ മൊമെന്റ് ആണ്. പിന്നീട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡിവൈഡഡ് ബൈ ഇതൊക്കെ പോയി. ഇനി R square plus A square all raised to half ഉണ്ട്, R square plus A square all raised to 1 ഉണ്ട്. രണ്ടും കൂടി ചെയ്താൽ R square plus A square all raised to 1 plus half. 1 plus half is 3/2. ഓക്കെ, അപ്പൊ ഇതായിട്ട് ഉത്തരം വന്നു. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഒന്നുകൂടി വൃത്തിയാക്കി എഴുതിയാൽ E is equal to 1/4πε0 Q into 2A ക്ക് പകരം P divided by R square plus A square all raised to 3/2. This is the electric field at this point P. മാഗ്നിറ്റ്യൂഡ് ആണ് പറയുന്നത്, ഡയറക്ഷൻ പറയാൻ വരാം. ഡയറക്ഷൻ നിങ്ങളുടെ ഏറോ മാർക്ക് ഒക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് E1 cos theta plus E2 cos theta ഇങ്ങോട്ടാണ്. ഇതിനെ ഒന്ന് അപ്രോക്സിമേറ്റ് ചെയ്യാൻ നേരത്തെ പറഞ്ഞ പോലെ if R is much greater than A, നേരത്തെ പറഞ്ഞ അതേ കണ്ടീഷൻ തന്നെ. P എന്നുള്ള പോയിന്റിലേക്ക് സെന്റർ ഓഫ് ദ ഡൈപോൾ എന്നുള്ള ദൂരം R വളരെ കൂടുതലും ഡൈപോളിന്റെ പകുതി നീളമായിട്ടുള്ള A വളരെ ചെറുതുമാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അഡീഷനും സബ്സ്ട്രാക്ഷനും നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാം. R square plus A square is approximately equal to R square. A square നെഗ്ലക്ട് ചെയ്യാം. R square വളരെ വലുതാവും, A square വളരെ ചെറുതാവും. അപ്പൊ ചെറുതായിട്ടുള്ള സംഖ്യനെ കൂട്ടുമ്പോഴും കഴിക്കുമ്പോഴും ഉണ്ടാകും. സോ ദിസ് ഇക്വേഷൻ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ അല്ല, ഈക്വൽ ഇതാണ് 1/4πε0 P divided by R square. A square പോയി, R square all raised to 3/2. R square all raised to 3/2. ഈ 2 വെട്ടിപ്പോ ഉത്തരം വരിക R cube. ഓക്കെ,
E is approximately equal to 1 by 4 pi epsilon 0 P by R cube. That is, E is again proportional to 1 by R cube. Axial ലൈനിലും 1 by R cube പ്രൊപ്പോർഷണൽ ആയിരുന്നു. ഇപ്പൊ നമ്മൾ എഴുതിയത് ഇക്വറ്റോറിയൽ ലൈനിലാണ്. പക്ഷേ ആക്സിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡ് എത്രയായിരുന്നു? ഈ ആക്സിയൽ, ഞാൻ അങ്ങനെ എഴുതാം, ഈ ആക്സിയൽ ഇസ് ഈക്വൽ ടു, നിങ്ങൾക്ക് നേരത്തെ ഫോർമുല ഓർമ്മ ഉണ്ട്, ഈ 1 by 4 pi epsilon 0 2p by R cube എന്ന് എഴുതി കിടക്കുന്നുണ്ട്. ഇപ്പൊ എത്ര കിട്ടിയ 1 by 4 pi epsilon 0 p by R cube, ഇതൊക്കെ അപ്രോക്സിമേറ്റ് ആണ്. അപ്പൊ നേരത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇത് 2p ആണെങ്കിൽ ഇവിടെ ഒരു p ഉള്ളൂ. ഇതിന്റെ പകുതിയാണ് ഇലക്ട്രിക് ഫീൽഡ് ഇക്വറ്റോറിയൽ ലൈൻ. സോ ഈ ഇക്വറ്റോറിയൽ എഴുതാം, approximately equal to 1 by 4 pi epsilon 0 p by R cube. ഈ ആക്സിയൽ ഈസ് ഈക്വൽ ടു 1 by 4 pi epsilon 0 2p by R cube. അപ്പൊ ഈ ആക്സിയൽ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ പകുതിയാണ് ഇക്വറ്റോറിയൽ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ്. എങ്ങനെയാണെങ്കിൽ R സെയിം ആവണട്ടാ. ഈ R ആക്സിയൽ പോയിന്റിലേക്ക് സെന്റർ എന്നുള്ള ദൂരമായിരുന്നു, ഈ R ഇക്വറ്റോറിയൽ ലൈനിലുള്ള പോയിന്റിലേക്കുള്ള സെന്റർ എന്നുള്ള ദൂരമാണ്. അപ്പോ ഒരേ സെന്ററിൽ നിന്ന് ആക്സിയൽ പോയിന്റിലേക്കും ഇക്വറ്റോറിയൽ പോയിന്റിലേക്ക് ഒരേ ദൂരം വരുമ്പോൾ ആക്സിയൽ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ പകുതിയാണ് ഇക്വറ്റോറിയൽ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ്. ഇനി ഡയറക്ഷൻ ഇവിടെ നമ്മൾ പറഞ്ഞു അതേ ഡയറക്ഷൻ ഉണ്ടായിരുന്നു, ഡൈപോൾ മൊമെന്റിന്റെ അതേ ഡയറക്ഷനാണ് ഇലക്ട്രിക് ഫീൽഡിന് ഉണ്ടായിരുന്നത്, -q നിന്ന് +q ലേക്ക്. ഇവിടെ നോക്കിയാൽ ഇതാണ് ഇപ്പൊ നമുക്ക് കിട്ടിയത്, E1 cos θ + E2 cos θ ഡയറക്ഷൻ ലെഫ്റ്റിലേക്കാണ്. ഇവിടെ ആരാ കിടക്കുന്നത്? -q ആണ് നമ്മൾ വരച്ച ചിത്രത്തിൽ. ഇവിടെ +q വേണം -q ആണ് ചിത്രം വരച്ചത്, അങ്ങോട്ടാണ് വരിക കേട്ടോ. അതേപോലെ നിങ്ങൾ വരച്ച് പഠിക്കണം, അതാണ് പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചത്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ -q, റൈറ്റ് സൈഡിൽ +q വന്നപ്പോ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇക്വറ്റോറിയൽ പോയിന്റിൽ എങ്ങോട്ടാ വന്നത്? ലെഫ്റ്റിലേക്കാണ് വന്നത്. അവിടുന്ന് ഇങ്ങോട്ട്, ഇവിടുന്ന് അങ്ങോട്ടാണ് ഡൈപോൾ മൊമെന്റ് അല്ലെ, -q നിന്ന് +q ലേക്കാണ് ഡൈപോൾ മൊമെന്റ്. പക്ഷെ അതിന് ഓപ്പോസിറ്റ് അല്ലേ വന്നത് ഏറോ മാർക്ക്? അതായത് ഡൈപോൾ മൊമെന്റിന് എതിരാണ് ഇക്വറ്റോറിയൽ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ്. ദാറ്റ് മീൻസ് ഞാൻ വെക്ടറായിട്ട് എഴുതിയാൽ വെക്ടർ E is equal to ഇക്വറ്റോറിയലില് മൈനസ് വെക്ടർ P എന്ന് പറയും. നേരത്തെ +p, അതായത് ഡൈപോൾ മൊമെന്റിന്റെ സെയിം ഡയറക്ഷനിലായിരുന്നു ആക്സിയൽ പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് എങ്കിൽ ഇവിടെ ഡൈപോൾ മൊമെന്റിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനെ കാണിക്കാൻ ഒരു നെഗറ്റീവ് ചിഹ്നം. മാഗ്നിറ്റ്യൂഡ് ഒക്കെ സെയിം തന്നെ, 1 by 4 pi epsilon 0 p by R cube. പക്ഷെ ഡയറക്ഷൻ ഡൈപോൾ മൊമെന്റ് -q നിന്ന് +q ലേക്കാണ്, പക്ഷെ ഇലക്ട്രിക് ഫീൽഡ് കിട്ടിയത് അവിടുന്ന് ഇങ്ങോട്ടാണ്. ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റിന് കാണിക്കാൻ ഒരു നെഗറ്റീവ് ചിഹ്നം. അപ്പൊ വെക്ടർ ഫോമില് ഇക്വറ്റോറിയൽ ഇസ് ഈക്വൽ ടു 1 by 4 pi epsilon 0 -p by R cube. ഈ രണ്ട് ഫോർമുലകൾ ഓർമ്മിക്കാൻ നമുക്ക് എഴുതാം. ഈ ആക്സിയൽ ഈസ് ടു ഈ ഇക്വറ്റോറിയൽ മാഗ്നിറ്റ്യൂഡ് ആണ്. ഇത് പരീക്ഷയ്ക്ക് ഇതൊക്കെ പ്രൂവ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. ഇസ് ഈക്വൽ ടു 2:1. ആക്സിയൽ ഇലക്ട്രിക് ഫീൽഡും ഇക്വറ്റോറിയൽ ഇലക്ട്രിക് ഫീൽഡും ഇക്വി ഡിസ്റ്റന്റ് ആയിട്ടുള്ള പോയിന്റുകളാണെങ്കിൽ, ഒരേ ദൂരത്ത് സെന്ററിൽ നിന്നുള്ള ദൂരങ്ങൾ പോയിന്റുകളാണെങ്കിൽ അവർ തമ്മിലുള്ള റേഷ്യോ 2:1 ആണ്. ആക്സിയൽ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ പകുതിയാണ് ഇക്വറ്റോറിയൽ പോയിന്റിൽ ഉണ്ടാവുക, ഇക്വറ്റോറിയൽ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇരട്ടിയാണ് ആക്സിയൽ പോയിന്റിൽ ഉണ്ടാവുക. ഡെറിവേഷൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഒരു ക്ലാസ് മുഴുവനായിട്ട് അറ്റൻഡ് ചെയ്യാനുള്ള ക്ഷമയില്ല. ക്ലാസ് തുടങ്ങുമ്പോൾ 100-110 ആൾക്കാരുണ്ട്, അവസാനിക്കുമ്പോഴേക്ക് 70-80. അപ്പോഴേക്കും നേരത്തെ പറഞ്ഞ പോലെ പൊരിച്ച കോയിന്റെ മണം വന്നു ഓടി. ഒരു ക്ലാസ് ഇന്നലത്തെ നിങ്ങളുടെ ആ സെമിനാർ എത്രയോ തിരക്കുള്ള ഡോക്ടറേറ്റുള്ള സാറ് പോലും 1.5 മണിക്കൂർ ഇരിക്കാൻ ക്ഷമ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് 15 മിനിറ്റ് കഴിഞ്ഞ് അരമണിക്കൂർ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ലെഫ്റ്റ് ഔട്ട് ആവണം. കുഴപ്പമില്ല, നിങ്ങൾ ഇതിനെ അനുഭവിക്കുമ്പോൾ മനസ്സിലാവും. നിങ്ങൾക്ക് പരീക്ഷാ ഹാളിൽ നിന്ന് വേഗം ലെഫ്റ്റ് ഔട്ട് ആവാം, മുഴുവൻ നേരം ഇരുന്നാൽ എഴുതാനുള്ള സാധനം ഉണ്ടാവില്ല. ഇത് ഞാൻ പറയണ്ട എന്ന് വിചാരിച്ചാലും പറയേണ്ടി വരിക. ഒരു ക്ലാസ്സിൽ ക്ഷമയോടുകൂടി പൂർണ്ണ സമയം ഇരിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ പിന്നെ ആർക്കാണോ ഇത് ആവശ്യം? നിങ്ങളെക്കാളും തിരക്കുള്ള ആൾക്കാരല്ലേ ബാക്കിയുള്ളവര്? ഓക്കെ, എന്തെങ്കിലും നമുക്ക് നമ്മളെ ഡ്യൂട്ടി നമ്മളെ ആത്മാർത്ഥതയിൽ ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ ഇതുകൊണ്ടൊന്നും നമുക്ക് തടസ്സപ്പെടില്ല. ഈ സ്കൂളിലല്ല, വേറെ ഏത് സ്കൂളിൽ പോയാലും നമ്മൾ ഈ പണി ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഡെറിവേഷൻ ഒന്നുകൂടി ഓർമ്മിക്കുക. എ ബി എന്ന് പറയുന്ന ഡൈപോൾ, -q +q അതിലെ രണ്ട് ചാർജുകളാണ്. ഡൈപോളിന്റെ ലെങ്ത് 2a ആണ്. നമ്മൾ ഇക്വറ്റോറിയൽ ലൈൻ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്, സെന്ററിൽ കൂടെ പാസ് ചെയ്യുന്ന പെർപെൻഡിക്കുലർ ലൈൻ. ആ ഇക്വറ്റോറിയൽ ലൈനിൽ P എന്നുള്ള പോയിന്റ് സെന്ററിൽ നിന്ന് അവിടേക്കുള്ള ദൂരം R ആണ്. ഇത്രയാണ് നമ്മൾ ആദ്യം കാണിച്ചത്. അപ്പൊ +q എന്നുള്ള ദൂരം BP യും -q എന്ന പോയിന്റിലേക്കുള്ള ദൂരം AP യും തുല്യമായിരിക്കും. അത് എത്രയാണ്? ഈ നമ്മളുടെ ഹൈപ്പോട്ടന്യൂസ് ആയതുകൊണ്ട് r² + a² ഓൾവേസ് ടു ഹാഫ് ആണ്. √r² + a² ആണ് അർത്ഥം. ഇനി +q കാരണം അവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ് 1 by 4 pi epsilon 0 q by BP² E1. അതിന്റെ ഡയറക്ഷൻ ഏറോ മാർക്ക് പുറത്തേക്ക്. -q കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ് E2 1 by 4 pi epsilon 0 q by AP² ഏറോ മാർക്ക് ഉള്ളിലേക്ക്. AP യും BP യും തുല്യമായതുകൊണ്ട് E1 E2 മാഗ്നിറ്റ്യൂഡ് സെയിം, ഡയറക്ഷൻ ഒക്കെ വ്യത്യാസം ഉണ്ടെങ്കിലും മാഗ്നിറ്റ്യൂഡ് സെയിം. അത് എത്രയാണ്? 1 by 4 pi epsilon 0 q divided by BP അല്ലെങ്കിൽ AP കൊടുത്ത് അതിനെ സ്ക്വയർ ചെയ്താൽ r² + a². അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. ഇനി നമ്മൾ ചെയ്തത് ഇവിടെ ഒരു ആംഗിൾ ഇട്ടിട്ട് ഈ ആംഗിൾ തന്നെ ഇവിടെ കാണിച്ചിട്ട് E1 sin θ യും E1 cos θ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അതേപോലെ ഇവിടെ ആംഗിൾ വന്നത് അതേ ആൾട്ടർനേറ്റ് ആംഗിൾ ഇവിടെ വരും. അപ്പൊ E2 cos θ യും E2 sin θ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അതിൽ E1 cos θ യും E2 cos θ യും ഒരേ ഡയറക്ഷനിൽ വന്നപ്പോൾ നേരെ ആഡ് ചെയ്തു.
E1 sin θ E2 sin θ ഓപ്പോസിറ്റ് ആയിട്ട് വന്നപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് പോയി, കാരണം E1 E2 ഒക്കെ സെയിം ആണ്. അപ്പൊ ഈ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കമ്പോണൻസ് E1 sin θ E2 sin θ ക്യാൻസൽ ചെയ്തു. ആക്സിയൽ ആയിട്ടുള്ള ആക്സിയലിന് പാരലൽ ആയിട്ടുള്ള കമ്പോണൻസ് E1 cos θ E2 cos θ ആഡ് ചെയ്തു. അപ്പൊ രണ്ടും കൂടി കൂട്ടിയപ്പോൾ 2E1 cos θ ആയി, കാരണം E1 E2 സെയിം ആണ്. അതിൽ E1 നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, 1/4 q by r square plus a square കൊടുത്തു. cos θ ക്ക് വീണ്ടും ചിത്രത്തിൽ നോക്കി, adjacent side a by hypotenuse r square plus a square all raised to half. അതില് ഈ 2 ഉള്ളിൽ കയറ്റി q into 2a ഒന്നിച്ചാക്കി r square plus a square all raised to 3/2 ആയി. ഇതാണ് കറക്റ്റ് ഫോർമുല. ഇത് q into 2a ക്ക് പകരം ഡൈപോൾ മൊമെന്റ് p നെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി if r is much greater than a, ഡൈപോളിന്റെ ലെങ്ത് വളരെ ചെറുതും പോയിന്റിലേക്കുള്ള ദൂരം വളരെ കൂടുതലുമാണെങ്കിൽ r square plus a square നെ നമുക്ക് r square എന്ന് എഴുതാം അപ്രോക്സിമേറ്റ്ലി. സോ ഈ r square all raised to 3/2 ആവും. a square ഒക്കെ പോയി ഈ 2 വെട്ടിപ്പോവും, r cube ആവും. അപ്പൊ E is equal to 1/4 p by r cube ആവും. അപ്പൊ E is proportional to 1/r cube. അപ്പൊ ഒരു ഡൈപോൾ കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ആക്സിയൽ പോയിന്റ് ആയിക്കോട്ടെ ഇക്വറ്റോറിയൽ പോയിന്റ് ആയിക്കോട്ടെ എപ്പോഴും 1/r cube പ്രൊപ്പോർഷണൽ ആണ്. ഒരു പോയിന്റ് ചാർജ് ആണെങ്കിൽ 1/r square പ്രൊപ്പോർഷണൽ ആണ്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് വൺ വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കും. 1/r cube പ്രൊപ്പോർഷണൽ ആണ് ഡൈപോൾ ആയപ്പോൾ. അത് ആക്സിയൽ പോയിന്റ് ആയാലും കുഴപ്പമില്ല, ഇക്വറ്റോറിയൽ പോയിന്റ് ആയാലും. ഇനി ഡയറക്ഷൻ നോക്കൂ, അവിടുന്ന് ഇങ്ങോട്ടാണ് ലെഫ്റ്റിലേക്കാണ് വന്നത്. നമ്മൾ -q ന്ന് +q ലേക്കുള്ള ഡയറക്ഷൻ ഇവിടെ വലത്തോട്ടൊക്കെയാണ് ഞാൻ വരച്ചിരിക്കുന്നത്. വരയ്ക്കുന്നത് മാറുമ്പോൾ അതിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവും, ശ്രദ്ധിക്കുക. എന്താണെങ്കിലും ഡൈപോൾ മൊമെന്റിന് ഓപ്പോസിറ്റ് ആണ് ഇലക്ട്രിക് ഫീൽഡ് അലോങ് ദ ഇക്വറ്റോറിയൽ പോയിന്റ്. സോ -p/r cube എഴുതാൻ ശ്രദ്ധിക്കുക. അതേ സമയത്ത് ആക്സിയൽ പോയിന്റിൽ ഡൈപോൾ മൊമെന്റിന്റെ സെയിം ഡയറക്ഷനാണ്. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്, നിങ്ങൾ ചിലപ്പോൾ വിട്ടുപോകും. ആക്സിയൽ ഇലക്ട്രിക് ഫീൽഡിന്റെ പകുതിയാണ് ഇക്വറ്റോറിയൽ ഇലക്ട്രിക് ഫീൽഡ്. ഇവിടെ 2p/r cube ആവുന്നത്, ഇവിടെ p/r cube ആവുന്നത്. അപ്പൊ റേഷ്യോ ഒക്കെ ചോദിക്കാം, എഴുതി പഠിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫോക്കസ് ഏരിയയിൽ ഉള്ളത്. ഫോക്കസ് ഏരിയയിൽ പറഞ്ഞ സാധനമാണ്. ഒന്നുകൂടി ഞാൻ അവസാനിപ്പിക്കണം. ഇലക്ട്രിക് ഡൈപോൾ എന്താണ്, ഡൈപോൾ മൊമെന്റ് എന്താണ്, അത് വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്, അതിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്. ഇലക്ട്രിക് ഡൈപോളിന്റെ ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ് നമ്മൾ 2 പോയിന്റിലായിട്ട് ഡിസ്കസ് ചെയ്തു. ഒന്ന് ആക്സിയൽ പോയിന്റില്, 2 ഇക്വറ്റോറിയൽ പോയിന്റിൽ. ആ ഫോർമുലകൾ ബൈ ഹാർട്ട് പഠിക്കണം. പ്രോബ്ലങ്ങൾ ചോദിക്കുമ്പോൾ അതിന്റെ ഡെറിവേഷൻസ് മിനിമം സ്റ്റെപ്പിൽ, ഇത് മുഴുവനൊന്നും എഴുതാൻ സാധിച്ചില്ലെങ്കിലും മിനിമം സ്റ്റെപ്പിൽ എഴുതിയിട്ട് നിങ്ങൾക്ക് ഡിറൈവ് ചെയ്യാൻ സാധിക്കണം. ഇപ്പൊ പൊരിച്ച കോഴി നമുക്ക് പാകമായിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ വലിയ പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് തൽക്കാലം ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. സ്നേഹമാണ് പെരുന്നാളിന്റെ സന്ദേശം, ത്യാഗമാണ് പെരുന്നാളിന്റെ സന്ദേശം. ത്യജിക്കേണ്ടി വരും ചിലപ്പോൾ നല്ല കാര്യങ്ങൾ, നമുക്ക് പല ഇഷ്ടങ്ങളും ത്യജിക്കേണ്ടി വരും ചില നല്ല ലക്ഷ്യങ്ങളിലെത്താൻ. അപ്പൊ നല്ല ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഈ ത്യാഗ മനോഭാവത്തോടു കൂടി എത്തിച്ചേരാൻ കഴിയട്ടെ. ചുറ്റിലും കാണുന്ന ശത്രുക്കളായാലും മിത്രങ്ങളായാലും ഒരേപോലെ സ്നേഹിക്കാൻ പടച്ചോന്റെ അതേ വഴിയിലൂടെ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയട്ടെ എന്ന് ഒരു സന്ദേശമായി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ആ ഭക്ഷണ മേശയില് ഞാനും കൂടി ഉണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട്, നിങ്ങൾ കഴിക്കുന്നതിന്റെ ഒരു ഭാഗം ഞാനും കൂടി കഴിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട്, താങ്ക് യു ഓൾ. പെരുന്നാൾ ആശംസകൾ. Thank you, sir.